നാളെ പകൽ കുറച്ച് നേരം ഞാൻ ഓഫീസിലുണ്ടായിരിക്കുമെന്ന് ഓർപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായി ആശീർവദിക്കും, അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 19-20 വാക്യങ്ങളിലേക്കാണ് നമ്മുടെ ശ്രദ്ധയെ നാം ഇന്ന് രാത്രി തിരിക്കുന്നത്. എഫേസ്യ ലേഖനം ഓൾമോസ്റ്റ് തീർന്നു വരികയാണ്. ഡിസംബർ ഓൾറെഡി നമ്മൾ പ്രവേശിച്ചു. എനിക്ക് തോന്നുന്നത് ഈ മാസത്തിൻ്റെ ചില ആഴ്ചകൾ കൂടെ കഴിയുമ്പോഴേക്കും എഫേസ്യ ലേഖനം കഴിഞ്ഞ് മറ്റൊരു ലേഖനത്തിലേക്ക് നമുക്ക് പ്രവേശിപ്പാൻ തക്കോണം കഴിയും. കഴിഞ്ഞ വർഷങ്ങളായി ദീർഘവർഷങ്ങൾ 3.5 വർഷത്തിലധികം അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് നാം പഠിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് തെസ്സലോനിക്ക ലേഖനം, അതോടൊപ്പം സ്തോത്രം, അത് കഴിഞ്ഞ് റോമാലേഖനം, ഇപ്പോൾ നമ്മൾ എഫേസ്യ ലേഖനത്തിലാണ്. അതിൻ്റെ അവസാന ഭാഗങ്ങളിൽ അവസാനത്തെ സ്തോത്രം വാക്യങ്ങളിൽ നാം ആയിരിക്കുന്നത്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 19-20 വാക്യങ്ങൾ. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാധിപതിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എൻ്റെ വായു തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ട വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പിൻ. പ്രാർത്ഥന അപേക്ഷകൾ എന്നാണ് ഈ ചെറിയ ബൈബിൾ സ്റ്റഡിയുടെ തലക്കെട്ട്. പ്രാർത്ഥന അപേക്ഷകൾ. ആരോടാണ് പ്രാർത്ഥന അപേക്ഷകൾ നമ്മൾ പറയുന്നത്? സഭയോട് പറയും, ദൈവ മക്കളോട് പറയും, ദൈവദാസന്മാരോട് പറയും. നമുക്ക് പ്രാർത്ഥിക്കുന്നുവെന്ന് തോന്നുന്ന ഏത് വ്യക്തിയോടും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, ഇങ്ങനെ ചില വിഷയമുണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കണമേ എന്നൊന്നും പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഇതാ പ്രയർ റിക്വസ്റ്റ്, പ്രാർത്ഥനാപേക്ഷ അവൻ ചോദിക്കുകയാണ്. പൗലോസ് ആരെന്നാണ് നമ്മൾ കണ്ടത്? കഴിഞ്ഞ ആഴ്ച കാണിക്കുകയുണ്ടായി. 19-ാം വാക്യത്തിൽ അദ്ദേഹം ഒരു അംബാസഡറാണ്, സ്ഥാനാധിപതിയാണ്. ഇന്ത്യ ഗവൺമെൻറ് സ്തോത്രം, അത് ചില രാജ്യങ്ങൾ, അപൂർവം ചില രാജ്യങ്ങളിൽ ഹൈ കമ്മീഷണറെയും മറ്റു പല രാജ്യങ്ങളിൽ അംബാസിഡേഴ്സിനെയും നിയമിച്ചിട്ടുണ്ട്. ശ്രീലങ്ക, സിംഗപ്പൂർ, കാനഡ, UK തുടങ്ങിയതായ രാജ്യങ്ങളിൽ ഹൈ കമ്മീഷണേഴ്സിനെയാണ് നിയോഗിച്ചിരിക്കുന്നതെന്ന് ജോൺസൺ ബ്രദർ സ്തോത്രം അതെ എനിക്ക് പറഞ്ഞു തരികയുണ്ടായി. അദ്ദേഹം പറവാൻ കാണിച്ചതായ ആ സ്നേഹത്തിനായി നന്ദി. അത് താഴ്മയോടെ ഏറ്റെടുക്കാൻ കർത്താവ് എനിക്ക് നൽകിയതായ ഭാഗ്യത്തിനായി സ്തോത്രം. അതെ, പരസ്പരം ദൈവത്തിൻ്റെ കൃപയാൽ ബലപ്പെടുത്തുവാൻ ദൈവം നൽകിയിരിക്കുന്ന നല്ല കൂട്ടായ്മകൾക്കായി ദൈവത്തിന് സ്തോത്രം. കൂട്ടായ്മകളിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന അപേക്ഷകൾ. പരിചയമില്ലാത്ത ഒരാളിനോട്, ട്രസ്റ്റ് ചെയ്യാൻ വയ്യാത്ത ആളിനോട് ഒരിക്കലും എനിക്കിങ്ങനെ ഒരു വിഷയമുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് നിങ്ങൾക്കൊരിക്കലും പറയാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് വിശ്വാസ്യതയുള്ള ഒരാളിനോട് മാത്രമേ എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണമേ, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് പ്രാർത്ഥിക്കണമേ എന്ന് നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. ട്രസ്റ്റ് ചെയ്യാൻ കഴിയാത്ത, വിശ്വസിക്കാൻ കഴിയാത്ത ആൾക്കാരോട് പറഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് നിങ്ങൾ ചോദിച്ചാൽ, അത് പേപ്പറിൻ്റെ ഫ്രണ്ട് പേജിൽ പരസ്യപ്പെടുത്തുന്നത് പോലെ നാട്ടുകാർ ആ വിഷയം അറിയും. മനുഷ്യരെല്ലാവരും ആ വിഷയം അറിയും. ആ കൊച്ചു തോക്കാൻ പോവാണ്, ആ കുഞ്ഞിന് കെട്ട് നടക്കാതെ നിൽക്കുകയാണ്, അവൻ്റെ സ്തോത്രം ദൈവകൃപയ്ക്ക് എന്തോ കുഴപ്പമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവ് ഇൻഫർമേഷൻസ് ജനം സ്തോത്രം മനസ്സിലാക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ മനുഷ്യനല്ല അറിയേണ്ടത്, പകരം ആരും അറിയണം? ദൈവമാണ് അറിയുന്നത്. സെയിം ടൈം നമുക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആൾക്കാരുണ്ടായിരിക്കണം. സഭയുടെ നാഥനാകുന്ന കർത്താവ് പോലും എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പനെന്ന് 3 പേരോട് ചോദിച്ചു. അപ്പോൾ പിന്നെ നമുക്ക് ചോദിക്കാതിരിക്കാൻ പറ്റുമോ? കർത്താവ് പോലും 3 പേരോടാണ് ചോദിച്ചത്. കർത്താവ് ഇറങ്ങി നിന്ന് ശുശ്രൂഷിച്ചത് ചില സന്ദർഭങ്ങളിൽ 30-35 ആൾക്കാരായിരുന്നു. ആ 35 ആൾക്കാരുടെ നടുവിൽ യേശുവിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് കർത്താവിന് പോലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഉണർന്നിരുന്ന പ്രാർത്ഥിക്കുക എന്ന് കർത്താവ് പോലും പറവാൻ തക്കോണം സ്തോത്രം 3 പേരെ യേശുവിനുണ്ടായിരുന്നുള്ളൂ. 30,000 പേരെന്ന് ഞാൻ പറഞ്ഞത് 5,000 പുരുഷന്മാർ, 10,000 സ്ത്രീകൾ, 20,000 കുട്ടികളെന്ന് ജോസിഫസ് പറയുന്ന കണക്കനുസരിച്ചാണ്, ഫ്ലാവിയസ് ജോസിഫസ് പറയുന്ന കണക്കനുസരിച്ച്. 10,000-ൽ ഒരാൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുള്ളൂ. 10,000-ൽ പലര് നിങ്ങൾക്ക് പാരപണിയുന്നുണ്ടായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ 10,000-ൽ 1 മാത്രമേ കാണത്തുള്ളൂ. ഏറെ തലകുലുക്കി ദേവദാസന്മാർ മറ്റുള്ളവരൊക്കെ പറയുമായിരിക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പക്ഷേ അതൊരു 3ാം കിട പ്രാർത്ഥനയെന്ന് ഞാൻ പറയട്ടെ. പാസ്റ്റർമാരെ പ്രാർത്ഥിക്കുന്നത്
അമ്മമാർ പ്രാർത്ഥിക്കുന്നു, അപ്പൻ പ്രാർത്ഥിക്കുന്നു, സഹോദരവർഗ്ഗങ്ങൾ പ്രാർത്ഥിക്കുന്നു, സഹവിശ്വാസികൾ പ്രാർത്ഥിക്കുന്നു. അവർ പ്രാർത്ഥിക്കട്ടെ, നല്ല കാര്യം. ആരുടെയൊക്കെ പ്രാർത്ഥന എനിക്ക് അനുഗ്രഹമായി, നല്ല കാര്യം. അവരെല്ലാവരെയും നന്ദിയോട് ഓർക്കുന്നു. പക്ഷേ അത് മൂന്നാം കിട പ്രാർത്ഥനയാണ്. അതിന് വില കുറച്ചല്ല ഞാൻ പറയുന്നത്. സ്തോത്രം, അത് മൂന്നാം തരം പ്രാർത്ഥനയാണ്. അപ്പോൾ ഒന്നാം തരം പ്രാർത്ഥന ഏതാണ്? പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഒന്നാം തരം പ്രാർത്ഥന കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. 1 തീമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം, ദൈവത്തിന് മനുഷ്യർക്ക് മധ്യേ മധ്യസ്ഥൻ ഒരുവനാണ്. 1 തീമോഥെയോസ് 2:5 ഞാൻ പറഞ്ഞത്. ദൈവത്തിന് മനുഷ്യർക്ക് മധ്യേ മധ്യസ്ഥൻ ആരാണ്? യേശു കർത്താവാണ്. സോ യേശു നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന, സ്തോത്രം, അതേ കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. യേശു കർത്താവ് ശിമോൻ പത്രോസിനോട് പറഞ്ഞു, നിന്റെ ഗോതമ്പിനെ പോലെ പാറ്റുവാൻ സാത്താൻ അവകാശം ചോദിച്ചു, പക്ഷേ നീ പ്രാർത്ഥിച്ചില്ല. നീ പിന്മാറ്റത്തിലൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ നീ ഉറങ്ങുകയായിരുന്നു, നീ പലപ്പോഴും എന്നെ അറിയാതിരുന്നു. പക്ഷേ കർത്താവ് പറയാണ്, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്തിനു വേണ്ടി? നിന്റെ വിശ്വാസം പോകാതിരിപ്പാൻ, നിന്റെ വിശ്വാസം പോകാതിരിപ്പാൻ. സ്തോത്രം, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സഹോദരങ്ങളെ, പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ യേശു കർത്താവ് സ്വന്തം രക്തം വെച്ച് ഇന്ന് രാത്രിയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ടാണ് ദൈവകൃപയാൽ നമ്മൾ പറഞ്ഞു പോകാതെ, തകർന്നു പോകാതെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നത്. വിശ്വാസമുള്ളവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. അതുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇനി യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവൻ നമ്മുടെ എബ്രായർ 3:1 പറയുന്നത്, ഹി ഈസ് ദ കൺഫെഷൻ ഓഫ് അവർ ഹൈ പ്രീസ്റ്റ്. അവൻ നമ്മുടെ കൺഫെഷൻ്റെ ഹൈ പ്രീസ്റ്റ് ആണ്. അവൻ ഹൈ പ്രീസ്റ്റ് ആണ്. അവൻ നമ്മുടെ മഹാപുരോഹിതനാണ്, ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. ആ ശ്രേഷ്ഠ മഹാപുരോഹിതൻ അവൻ്റെ അധരം തുറന്ന് നമുക്ക് വേണ്ടി വാദിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ കൺഫെഷനിലാണെന്ന്. നമ്മുടെ കൺഫെഷനിലാണ്, നമ്മുടെ ഏറ്റുപറച്ചിലാണ്. സ്തോത്രം. എബ്രായർ 3:1-2 ഞാൻ വായിക്കട്ടെ. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുവിൻ. 2-ാം വാക്യം, മോശ ദൈവഭവനത്തിലൊക്കെ 1-ാം വാക്യം തന്നെ. 1-ാം വാക്യത്തിൽ പ്രീസ്റ്റ് ഓഫ് അവർ പ്രൊഫഷൻ എന്ന് ഒരു ട്രാൻസ്ലേഷനിൽ എഴുതിയിരിക്കുന്നു. വേറെ ചില ട്രാൻസ്ലേഷൻ കൺഫെഷൻ എന്നെഴുതിയിട്ടുണ്ട്. നമ്മുടെ ഏറ്റുപറച്ചിലിൻ്റെ മഹാപുരോഹിതനാണ് കർത്താവ്. സോ നമ്മൾ ഭൂമിയിൽ മുട്ടുമടക്കി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ യേശു കർത്താവ് എന്ത് ചെയ്യുന്നു? കർത്താവ് വെറുതെ ഇരിക്കുകയല്ല, അവൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സോ യേശുവിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നത് പ്രധാനമായി നിങ്ങളുടെ പ്രാർത്ഥന കൂടിയാണ്, ഒരിക്കലും മറക്കല്ല്. സോ ഒന്നാമത്തെ, കർത്താവ് ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വന്തം രക്തം വെച്ച് അവൻ നമുക്ക് വേണ്ടി ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 2, ഭൂമിയിൽ നിങ്ങളുടെ പ്രാർത്ഥനയാണ് നിങ്ങൾക്ക് അനുഗ്രഹം. സ്തോത്രം. നിങ്ങളുടെ പ്രാർത്ഥനയാണ് നിങ്ങൾക്ക് അനുഗ്രഹം. പിന്നെയാണ് മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നതും, സഹോദരങ്ങളെ പ്രാർത്ഥിക്കുന്നതും, സഭാജനങ്ങളെ പ്രാർത്ഥിക്കുന്നതും, ദൈവദാസന്മാരും പ്രാർത്ഥിക്കുന്നതും ഒക്കെ സ്തോത്രം 3-ാം കിട പ്രാർത്ഥനയാണ്. അപ്പം നമ്മുടെ വയറ് നിറയണമെങ്കിൽ നമ്മൾ കഴിച്ചു തന്നെയാകണം എന്നതുപോലെ നമ്മൾ ജയിക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ആത്മാവിൽ വളരണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കറ്റാലിസ്റ്റായി, ഉൾപ്രേരകമായി വേറെ ചിലരെ കൂടെ നമുക്ക് വിളിച്ചിരുത്താം. നല്ല കാര്യം, അവരെ പ്രാർത്ഥിക്കട്ടെ. പക്ഷെ അതോടൊപ്പം എന്ത് ചെയ്യണം? നമുക്ക് ഉഴപ്പാൻ പറ്റത്തില്ല. നമുക്ക് സ്തോത്രം TV കണ്ട് സമയം കളയാൻ പറ്റത്തില്ല. നമുക്ക് രാഷ്ട്രീയം പറഞ്ഞും സ്തോത്രം മറ്റു കാര്യങ്ങൾ പറഞ്ഞും ഉഴപ്പിയിരിക്കാൻ തക്കൊന്നും കഴിയത്തില്ല. സ്തോത്രം. നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാൻ 2-ാം തരം പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥന തന്നെയാണ്. 1-ാം തരം യേശു പ്രാർത്ഥിക്കുന്നു, 2 നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, 3-ാമത് മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥനയുടെ സുഗന്ധമായി ദൈവത്തിൻ്റെ കൃപയാൽ നമ്മുടെ ഭവനങ്ങൾ പ്രാർത്ഥനയുടെ ഭവനങ്ങളായി തീരുമാറാകട്ടെ. സ്തോത്രം. അതുകൊണ്ട് ഇവിടെ ഇതാ പൗലൂസ് സഭയോട് പ്രാർത്ഥന ചോദിക്കുകയാണ്. പൗലൂസ് സഭയ്ക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു കൊടുത്തവനാണ്. അഥവാ സഭയ്ക്ക് വേണ്ടി സ്തോത്രം പ്രാർത്ഥിച്ച ശക്തനായൊരു ദൈവദാസനായിരുന്നു പൗലൂസ്. പൗലൂസിൻ്റെ പ്രസംഗം, പൗലൂസിൻ്റെ ലേഖനം, പൗലൂസിൻ്റെ രോഗശാന്തി, മറ്റ് പല കാര്യങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിരിക്കുന്നത് പോലെ തന്നെ വളരെ എക്സൈറ്റ്മെൻ്റ് ആയിരിക്കുന്ന കാര്യമാണ് പൗലൂസിൻ്റെ പ്രാർത്ഥന. സ്തോത്രം. ഞാനിങ്ങനെ നോക്കി, റോമാലേഖനം തുടങ്ങി പൗലൂസിൻ്റെ പ്രാർത്ഥന എത്രയാണ്? തൻ്റെ ലേഖന ഭാഗങ്ങളിൽ മിനിമം 40-ലധികം പ്രാവശ്യം സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഓവർ 40 ടൈംസ്, 40-ലധികം പ്രാവശ്യം പൗലൂസ് അവർക്ക് വേണ്ടി പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞാൻ നിങ്ങളെ പ്രാർത്ഥനയിൽ സ്മരിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് 40-ലധികം പ്രാവശ്യം പൗലൂസ് സ്തോത്രം സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന എന്ന് പറയുന്നത് കൊടുക്കുന്നത് മാത്രമല്ല, പ്രാർത്ഥന എന്ന് പറയുന്നത് എടുക്കുന്നതുമാണ്. ആമേൻ. എത്ര പേർ ആമേൻ പറഞ്ഞു? എല്ലാവരും മാസ്ക് ഇട്ട് മിണ്ടാതിരിക്കുകയാണോ? സ്തോത്രം. അതെ, നമ്മൾ ദൂത് എന്ന് പറയുന്നത്, ഒരു ആലോചന,
ഒരു ദൈവവചനത്തിൻ്റെ ആലോചന മേടിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ജനത്തിന് കൊടുക്കുകയാണ്. ഒരു പ്രവചനം ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ജനത്തിന് വേണ്ടി കൊടുക്കുകയാണ്. സ്തോത്രം. അതേ വചനം നമ്മൾ പ്രാപിച്ച് കൊടുക്കുന്നത് പോലെ രോഗശാന്തി നമ്മൾ പ്രാപിച്ച് സ്തോത്രം കൈവച്ച് ജനത്തിലേക്ക് വ്യാപരിക്കുന്ന പോലെ ഇതിനെല്ലാം വചനത്തിന് നമ്മൾ ചാനലാണ്. ദൈവശക്തിക്ക് നമ്മൾ ചാനലായിരിക്കുന്ന പോലെ പ്രാർത്ഥനയും ഒരു ചാനലാണ്. അതൊരു പാലമെന്ന് ഞാൻ പറയട്ടെ, അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് വരാനും. അർത്ഥം, മറ്റുള്ളവർക്ക് നമ്മുടെ പ്രാർത്ഥന അനുഗ്രഹമാണ്, അതേപോലെ മറ്റുള്ളവരുടെ പ്രാർത്ഥന നമുക്കും അനുഗ്രഹമാണ്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ ആരൊക്കെയോ വിടിവിക്കപ്പെടുവാനുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ ആരൊക്കെയോ അനുഗ്രഹിക്കപ്പെടുവാനുണ്ട്. നിങ്ങളൊരു അനുഗ്രഹമാണ്. ഇയ്യോബിൻ്റെ പ്രാർത്ഥന അവൻ്റെ സഹോദരന്മാർക്ക് വിടുതലായിത്തീരുന്നു, അവൻ്റെ സ്നേഹിതന്മാർക്ക് വിടുതലായിത്തീരുന്നു. അയ്യോ അമ്മാരെല്ലാം നന്നായി പോയി എന്ന് ഇയ്യോബ് പരിതപിക്കേണ്ട അവസ്ഥ വന്നോ? നോ. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് മാത്രമല്ല വിടുതൽ നൽകിയത്, ദൈവം സ്തോത്രം ഇയ്യോബിന് വിടുതൽ നൽകിയുണ്ടായി. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല അനുഗ്രഹവും വിടുതലും ഉണ്ടാകുന്നത്. ഞാൻ എന്ത് നിങ്ങളിൽ വിതയ്ക്കുന്നുവോ അതെൻ്റെ ജീവിതത്തിലും ഒരു കൊയ്ത്തായി തീരുന്നു. അതുകൊണ്ട് സ്തോത്രം, പ്രാർത്ഥന എന്ന് പറയുന്നത് എടുക്കാനുമുണ്ട് കൊടുക്കാനുമുണ്ട്. പ്രാർത്ഥന എന്ന് പറയുന്നത് വിതയ്ക്കാനുമുണ്ട്, അത് കൊയ്യുവാനുമുണ്ട്. അതുകൊണ്ട് സ്തോത്രം, പ്രാർത്ഥിക്കുന്നവർ ആയിരിക്കുക. ഇവിടെ ഇതാ പൗലോസ് പറയുകയാണ്, എങ്ങനെയെങ്കിലും പ്രാർത്ഥിക്കണമെന്നല്ല, എഫക്റ്റീവായി പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. ആ പദം എന്നെ വല്ലാതെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സ്തോത്രം അതെ ഇരുത്തി ചിന്തിക്കുകയുണ്ടായി. ഞാൻ സംസാരിക്കേണ്ട വണ്ണം 20-ാം വാക്യം, എഫെസ്യർ 6:20, ഞാൻ സംസാരിക്കേണ്ട വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ എങ്ങനെയും പ്രാർത്ഥിക്കുക എന്നല്ല, എങ്ങനെയും സുവിശേഷ വേല ചെയ്യുക എന്നല്ല, എങ്ങനെയും സ്തോത്രം പ്രസംഗിക്കുക എന്നല്ല. പിന്നെ എന്തോ അതിനൊരു പ്രത്യേക ഫ്രെയിമുണ്ട്, അതിനൊരു പ്രത്യേക സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് അനുസരിച്ചായിരിക്കണം ഞാൻ പ്രാർത്ഥിക്കേണ്ടത്, അല്ലെങ്കിൽ ഞാൻ സുവിശേഷം പറയേണ്ടത്. ഞാൻ സംസാരിക്കേണ്ട വണ്ണം ഞാൻ സംസാരിക്കണം. അർത്ഥം, ഞാൻ പ്രസംഗിക്കേണ്ട വണ്ണം ഞാൻ പ്രസംഗിക്കണം. പൗലോസ് പറയുകയാണ്, ഞാൻ ശുശ്രൂഷിക്കേണ്ട വണ്ണം സ്തോത്രം ഞാൻ ശുശ്രൂഷിക്കണം. അർത്ഥം, സ്തോത്രം, സ്വർഗത്തിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. സ്വർഗത്തിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് അനുസരിച്ച് സെൻറ് തോമസ് സ്കൂളിൻ്റെ യൂണിഫോം അല്ല പട്ടം സെൻറ് മേരീസിൻ്റെ യൂണിഫോം. രണ്ടും സെൻ്റ് ഉണ്ടെന്ന് വിചാരിച്ച് സ്തോത്രം ഒരേ യൂണിഫോമാണോ? അല്ല. സെൻറ് മേരീസിൻ്റെ യൂണിഫോം വ്യത്യാസമാണ്, സെൻറ് തോമസിൻ്റെ യൂണിഫോം വ്യത്യാസമാണ്. അത് ആ യൂണിഫോം അല്ലല്ലോ സ്തോത്രം എവിടെ സർവോദയയുടെ യൂണിഫോം, ആ യൂണിഫോം അല്ല എവിടെ ഹോളി ഏഞ്ചൽസിൻ്റെ യൂണിഫോം, ആ യൂണിഫോം അല്ല ക്രൈസ്റ്റ് നഗറിൻ്റെ യൂണിഫോം. സ്തോത്രം അതെ, ഇത് പറയുമ്പോൾ അബി അപ്സെറ്റായി കാണും. ആ യൂണിഫോം അല്ല ലയോളയുടെ സ്തോത്രം യൂണിഫോം. സ്കൂള് മാറുന്നതിനനുസരിച്ച് യൂണിഫോമിന് വ്യത്യാസം ഉണ്ടാകുന്നത് പോലെ മനസ്സിലാക്കണമേ, സ്വർഗത്തിനൊരു യൂണിഫോമിറ്റി ഉണ്ട്. അർത്ഥം, സ്വർഗത്തിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, കർത്താവിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ദൈവമക്കളെ, ആ സ്റ്റാൻഡേർഡ് അനുസരിച്ചായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ജീവിക്കേണ്ടത്, സ്തോത്രം ശുശ്രൂഷിക്കേണ്ടത്. ആ സ്റ്റാൻഡേർഡ് അനുസരിച്ചായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്, നമ്മൾ ശുശ്രൂഷിക്കേണ്ടത്. ഓ ബ്രദർ സുരേഷ് ബാബു, ഞാൻ ഗ്രാമത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. എൻ്റെ അപ്പൻ ഒത്തിരി കുഴപ്പമാണ്, എൻ്റെ അമ്മയാണെങ്കിൽ പറയും വേണ്ട, എൻ്റെ ബന്ധുക്കളാണെങ്കിൽ ഇങ്ങനെയാണ്, ഞങ്ങളുടെ സാഹചര്യം വളരെ മോശമാണ്. നോ 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 നോ. എത്ര സാഹചര്യം മോശമാണെങ്കിലും, എത്ര പാടാണെങ്കിലും, എത്ര ശൂന്യമാണെങ്കിലും, എത്ര ഇരുട്ടാണെങ്കിലും, ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചാൽ, ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചാൽ, എത്ര പാഴാണെങ്കിലും, എത്ര ശൂന്യമാണെങ്കിലും, എത്ര ഇരുട്ടുള്ള വീട്ടിലാണ് നിങ്ങൾ ജനിച്ചു വളർത്തപ്പെട്ടതെങ്കിലും, പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചാൽ നിങ്ങളുടെ ശൂന്യതകൾ സ്തോത്രം നീങ്ങും. ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങൾ നിറവുകൾ ഉണ്ടാകും. ആമേൻ. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ശാപം പറഞ്ഞും സാഹചര്യം പറഞ്ഞും ബന്ധനം പറഞ്ഞും ജാതി പറഞ്ഞും തൊലി നിറം ഒത്തിരി വെളുത്തുപോയി, ഒത്തിരി കറുത്തുപോയി, സ്കൂൾ ഒത്തിരി ഉയർന്നതായിപ്പോയി, കുറഞ്ഞു പോയി, നോ 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 നോ. നിങ്ങൾക്കൊരിക്കലും സാഹചര്യത്തെ പഴിചാരുവാൻ തക്കൊണ്ട് കഴിയത്തില്ല. പരിശുദ്ധാത്മാവ് ചലിച്ചു കഴിഞ്ഞാൽ ഞാൻ ദൈവരാജ്യത്തിൽ ഒരിക്കലും സെക്കൻഡറി സിറ്റിസൺ അല്ല. പരിശുദ്ധാത്മാവ് ചലിച്ചു കഴിഞ്ഞാൽ കൂട്ടുകാരെ പോലെയല്ല, കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് എന്നെ അഭിഷേകം ചെയ്ത് നടത്തുന്നവനാണ് ദൈവം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മെ ചലിക്കട്ടെ. നിങ്ങൾക്ക് എന്തൊക്കെ മാനുഷികമായി കുറവുകളുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ ചലിക്കുമ്പോൾ നിങ്ങൾ നിറഞ്ഞവളായിട്ടാണ് കർത്താവ് നിങ്ങളെ നിർത്തുവാൻ ഉദ്ദേശിക്കുന്നത്. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, കർത്താവ് നമ്മെ നിറയ്ക്കുകയാണ്. പറഞ്ഞാട്ടെ, കർത്താവ് നമ്മെ നിറയ്ക്കുകയാണ്. കർത്താവ് നമ്മെ നിറയ്ക്കുകയാണ്. പണം മാത്രമല്ല ഞാൻ പറഞ്ഞത്, കുറച്ച് അറിവ് മാത്രമല്ല, പകരം അവൻ്റെ സാന്നിധ്യത്താൽ ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തെ നിറയ്ക്കുകയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഇതാ
കൊറോണ തീരാറായി എന്നൊക്കെയാണ് ഗവൺമെൻറ് പറയുന്നത്. ബ്രിട്ടനിൽ നാളെയോ മറ്റന്നാളോ ഒക്കെ വാക്സിൻ ഇങ്ങനെ കൊടുത്തുവിടുന്നു. പക്ഷേ സ്തോത്രം, കൊറോണ പോയാലും ഈ ദൈവസാന്നിധ്യം ഒരിക്കലും നിങ്ങളിൽ നിന്ന് പോകല്ല. ദൈവസാന്നിധ്യം പോകുന്ന ഒരു പരിപാടിക്ക് വേണ്ടി നിങ്ങൾ ഇറങ്ങി പുറപ്പെടല്ല. ദൈവസാന്നിധ്യം പോകല്ല. ജീവൻ പൊക്കോട്ടെ, നോ പ്രോബ്ലം. ജീവൻ പൊക്കോട്ടെ, ഒരു കുഴപ്പമില്ല. ജീവൻ പൊക്കോട്ടെ, ജീവൻ പോയാൽ ഒരു കുഴപ്പമില്ല. ദൈവകൃപയിൽ നിന്ന് ജീവൻ പോയാൽ സ്തോത്രം, നിങ്ങൾ എല്ലാവരും കൂടെ നല്ല പാട്ടൊക്കെ പാടി എന്നെ കുടിച്ചിടും. പക്ഷെ ദൈവകൃപ നഷ്ടപ്പെട്ട് ഞാൻ തൊലഞ്ഞു പോയാലോ? കോർപ്പറേഷൻകാർ വന്ന് പട്ടിയെ കുഴിച്ചിടുന്നത് പോലെ എന്നെ കുഴിച്ചിടും. ഏത് വേണം? അതുകൊണ്ട് ദൈവകൃപയാണ് നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. മത്തായി 5:13 അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്, നിങ്ങൾ സ്തോത്രം ഭൂമിയുടെ ഉപ്പാണ്. ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്ത് ചെയ്യും? ഉപ്പ് കാരമില്ലാതെ പോയാൽ പുറത്തിട്ട് മനുഷ്യൻ ചവിട്ടും. സ്തോത്രം, മനുഷ്യൻ്റെ ചവിട്ട് കൊള്ളാൻ വേണ്ടി ജീവിക്കല്ല്. അതുകൊണ്ട് ഉപ്പാകുന്ന നീ നിന്നിലുള്ള ആത്മീയ കാരം ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുത്. ലോകത്തിൻ്റെ വെളിച്ചമാകുന്ന നീ നിന്റെ വെളിച്ചം നഷ്ടപ്പെടാൻ സ്തോത്രം ഒരിക്കലും അനുവദിക്കല്ല്. അതുകൊണ്ട് ജീവൻ പോകട്ടെ, എൻ്റെ വെളിച്ചം പോകല്ല്. ജീവൻ പോകട്ടെ, എൻ്റെ ഫ്ലേവർ, ഉപ്പിൻ്റെ കാരം ഒരിക്കലും പോകരുത്. എൻ്റെ ജീവൻ പോയാലും എന്നിലുള്ള ദൈവകൃപ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ജോലി ചെയ്യാം, എങ്ങനെയെങ്കിലും പഠിക്കാം, എങ്ങനെയെങ്കിലും ജീവിക്കാമെന്ന് ലോകകാര്യത്തെക്കുറിച്ച് പറ. പക്ഷെ ആത്മീയതയിൽ മാത്രം ഒരിക്കലും വെള്ളം ചേരല്. അതിനൊരു പ്രത്യേക സ്റ്റാൻഡേർഡ് ഉണ്ട്. അതിനൊരു പ്രത്യേക സ്റ്റാൻഡേർഡ് ഉണ്ട്. എത്ര പേർ ആമേൻ പറഞ്ഞു? അതിനൊരു പ്രത്യേക പാരാമീറ്റർ ഉണ്ട്, അതിനൊരു പ്രത്യേക മെഷറുണ്ട്, അതിന് സ്തോത്രം ദൈവം ആഗ്രഹിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡിൽ ജീവിപ്പാൻ, ആ സ്റ്റാൻഡേർഡിൽ ജീവിച്ച് പ്രസംഗിപ്പാൻ, ശുശ്രൂഷിപ്പാൻ ഒക്കെ കർത്താവ് കൃപ ചെയ്യട്ടെ. അതാണ് പൗലോസ് പറയുന്നത്, ഞാൻ സംസാരിക്കേണ്ട വണ്ണം സംസാരിക്കണം. ലോകത്ത് ഒത്തിരി പേർ സംസാരിക്കുന്നുണ്ട്. ലോകത്ത് ഒത്തിരി പേർ സ്തോത്രം കച്ചടത്തപ്പ എന്ന് പറഞ്ഞ് ശബ്ദമിടുന്നുണ്ട്. അവരെ പോലെ അല്ല ഞാൻ സംസാരിക്കേണ്ടത്. അവരൊക്കെ സംസാരിക്കുന്ന ഒത്തിരി ഡയലോഗുണ്ട്. ഡയലോഗല്ല സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷം എന്ന് പറയുന്നത് ഡയലോഗല്ല. സ്തോത്രം, ഡയലോഗ് എന്ന് പറഞ്ഞാൽ പ്ലാറ്റ്ഫോമിൽ കയറുമ്പോൾ ഒന്ന് പറയുന്നു, താഴെ ഇറങ്ങുമ്പോൾ മറ്റൊന്ന് പറയുന്നു. അങ്ങനെയല്ലേ സ്തോത്രം ഡ്രാമയ്ക്കൊക്കെ അല്ലെങ്കിൽ നാടകത്തിന് പോകുന്നവർ ചെയ്യുന്നത്? പ്ലാറ്റ്ഫോമിൽ കയറി അഭിനയിക്കുമ്പോൾ അവിടെ ക്യാരക്ടർ, അവിടെ ഡയലോഗ് വേറെയാണ്. സ്തോത്രം താഴെ ഇറങ്ങുമ്പോൾ മറ്റൊന്നാണ്. ഈവൻ ഈ ലവോദിക്ക പീരീഡിൽ വിശ്വാസ ത്യാഗം സംഭവിക്കുന്ന ഈ ദിവസങ്ങളിൽ ഇന്ന് അങ്ങനെയുള്ള ധാരാളം പേരെ നിങ്ങൾക്ക് കാണുവാൻ ഗുണം കഴിയും. ചർച്ചിനകത്ത് വരുമ്പോൾ അവിടെ പെരുമാറ്റം ഒന്നായിരിക്കും. ചർച്ചിന് പുറത്തു പോകുമ്പോൾ സ്തോത്രം, അയ്യോ ഇവരെ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് പോലും തിരിച്ചറിവാൻ കഴിയാത്ത വിധത്തിൽ ലോകമേത് സഭയേതെന്ന് തിരിച്ചറിവാൻ കഴിയാത്തതായ അവസ്ഥ. ഞാൻ ആവർത്തിക്കുന്നു, നിങ്ങൾ ആരും മിണ്ടുന്നില്ല, ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയാണ്. സ്തോത്രം, സഭയേത് ലോകമേതെന്ന് തിരിച്ചറിവാൻ കഴിയാതെ, സ്തോത്രം അതെ, സഭയേത് ലോകമേതെന്ന് തിരിച്ചറിവാൻ കഴിയാതെ, കതിരേത് പതിരേത് എന്ന് തിരിച്ചറിവാൻ തക്കോണം കഴിയാതെ, വിശ്വാസിയത് അതെന്ന് തിരിച്ചറിവാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവകൃപയാൽ വളരെ കൃത്യമായി ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ ജനം ലോകത്തെ പോലെയല്ല ജീവിക്കേണ്ടത്. കൂടെ പഠിച്ചവരെ പോലെയല്ല, രക്ഷിക്കപ്പെടാത്ത മറ്റുള്ളവരെ പോലെയല്ല, അയൽവാസികളെ പോലെയല്ല. നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് നമ്മൾ ജീവിച്ചേ പറ്റത്തുള്ളൂ. സ്തോത്രം, അതെ, ചർച്ചിനകത്ത് വരുമ്പോൾ ഒരു രീതിയിലും ചർച്ചിന് പുറത്തു പോകുമ്പോൾ ഒരു രീതിയിലുമല്ല. പ്ലാറ്റ്ഫോമിൽ കയറുമ്പോൾ മേലത്തെ ദൂതൻ, പ്ലാറ്റ്ഫോമിൽ നിന്ന് താഴെ ഇറങ്ങുമ്പോൾ താഴത്തെ ദൂതൻ ആയിട്ടല്ല ജീവിക്കേണ്ടത്. ഒരിക്കൽ കൂടെ, പ്ലാറ്റ്ഫോമിൽ കയറുമ്പോൾ മേലത്തെ ദൂതൻ, സ്വർഗത്തിലെ ദൂതൻ. സ്തോത്രം, പ്ലാറ്റ്ഫോമിൽ നിന്ന് താഴെ ഇറങ്ങുമ്പോൾ താഴത്തെ ദൂതൻ. എവിടെ? നരകത്തെ ദൂതൻ. അതാണോ ദൂത്? നോ. അങ്ങനെയാണെങ്കിൽ അത് ഡയലോഗാണ്. എന്നാൽ സുവിശേഷം എന്ന് പറയുന്നത് അതല്ല. ഈ പ്രസംഗിക്കാൻ കൊണ്ടുവന്നതിൽ ജീവിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ, അല്ലെങ്കിൽ വ്യാഴം മുതൽ സ്തോത്രം ബുധനാഴ്ച രാവിലെ വരെ ആ ദൂതിൽ ജീവിക്കുന്നു. ആ ജീവിക്കുന്നത് സ്തോത്രം അതേ പ്രസംഗിക്കുന്നു. അതായിരുന്നു പൗലോസിന്റെ ജീവിതശൈലി, ശിഷ്യന്മാരുടെ ജീവിതശൈലി അതായിരുന്നു. കർത്താവിനെ കുറിച്ച് പിന്നെ പറയും വേണ്ട. സോ ഇതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങൾ, നിങ്ങൾ സാക്ഷി പറയുന്നെങ്കിൽ അത് ഡയലോഗ് ആകരുത്. നിങ്ങൾ പ്രസംഗിക്കുന്നെങ്കിൽ അത് ഡയലോഗ് ആകരുത്. ഡയലോഗ് ജനത്തെ വിടുവിക്കുന്നില്ല. വചനമാണ് ജനത്തെ വിടുവിക്കുന്നത്. ആ വചനമെന്ന് പറയുന്നത് അത് ആത്മാവാകുന്നു, അത് ജീവനുമാകുന്നു. യേശു പറഞ്ഞു യോഹന്നാൻ സുവിശേഷത്തിൽ, ആത്മാവും ജീവനും. ആ ജീവൻ എന്ന് പറയുന്നത് ജീവൻ തന്നെയാണ്, പക്ഷേ അതേ സമയത്ത് അത് ജീവിതം എന്നുകൂടെ പറയട്ടെ. സ്തോത്രം, അത് ജീവിക്കാനുള്ളതാണ്. അത് ജീവിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞാൽ ജീവിത മാർഗമല്ല ഈ സുവിശേഷം, പകരം അത് ജീവിക്കുകയാണ്. അത് പറയുന്നത് പോലെ, ആ ദൂത് പറയുന്നത് പോലെ ദൈവസന്നിധി ജീവിക്കുകയാണ്. അങ്ങനെ ജീവിച്ചവനായിരുന്നു പൗലോസ്.
സ്തോത്രം. പൗലോസ് അങ്ങനെ സ്തോത്രം താൻ പ്രസംഗിച്ച വചനപ്രകാരം, താൻ പ്രചരിപ്പിച്ച വചനപ്രകാരം ജീവിച്ച മനുഷ്യനായിരുന്നു പൗലോസ്. സ്തോത്രം ഒരു ഡയലോഗല്ല പറഞ്ഞത്, പകരം അവൻ ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ് താൻ പറഞ്ഞത്. പൗലോസ് അതനുസരിച്ച് ദൈവത്തിൻ്റെ കൃപയാൽ ജീവിക്കുകയുണ്ടായി. അങ്ങനെ ജീവിക്കുമ്പോൾ, അങ്ങനെ ഞാൻ ജീവിക്കുമ്പോഴാണ് 4 പേര് എന്നെ കണ്ടിട്ട് സ്തോത്രം പറയുന്നത്, യവനെ പോലെ എനിക്കാകണം. നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളുടെ അയൽവാസികളും നിങ്ങളുടെ ബന്ധുക്കളും സ്തോത്രം അപ്പോഴാണ് പറയേണ്ടത്, യവൻ്റെ ദൈവം കൊള്ളാം, യവൻ്റെ മാർഗം കൊള്ളാം, യവനെ പോലെ നമുക്കും ജീവിക്കണം. എന്നാൽ പല സമയത്ത് നേരെ തിരിച്ചാണ് നടക്കുന്നത്. എവനാണോ പ്രാർത്ഥിക്കാൻ പോകുന്നത്? എവരാണോ ദൈവമക്കള്? കാരണം സ്തോത്രം ഇവരെ കുറിച്ച് ബഹളമിടുന്നുണ്ട്, പക്ഷെ അവിടെ വാ തുറന്നാൽ മറ്റേതാ പുറത്തു വരുന്നത്. അവരെ പെരുമാറ്റമാണെങ്കിൽ വേറെ രീതിയിലാണ്. അവരുമായി ബിസിനസ് പാർട്ട്നേഴ്സ് ആണെങ്കിൽ ഭയങ്കര ചതിയന്മാരാ. സ്തോത്രം പ്രാർത്ഥിക്കുന്നവനാണ് ഏറ്റവും പറ്റിക്കുന്നത് എന്ന് എന്നോട് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം അവൻ പ്രാർത്ഥിച്ചപ്പോൾ വിചാരിച്ചു ഈ ബിസിനസ്സിന് അവൻ പാർട്ട്ണറാക്കാൻ കൊള്ളാം, കാരണം പ്രാർത്ഥിക്കുന്നവനാണല്ലോ. പക്ഷേ 6 മാസം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? സ്തോത്രം ആ ബിസിനസ്സിനെ അവൻ പൂട്ടിപ്പിച്ചു. പ്രാർത്ഥിച്ച് പറ്റിക്കുന്നവർ, സുവിശേഷത്തിൻ്റെ വേഷമിട്ട് സ്തോത്രം അതിൻ്റെ ശക്തിയെ കെടുത്തിക്കളയുന്നവർ, പതിരേതെന്ന് തിരിച്ചറിയാൻ കഴിയാതിരിക്കുന്ന ഈ കാലയളവിൽ സുവിശേഷത്തിൻ്റെ വേഷമല്ല നമുക്ക് വേണ്ടിയത്, പകരം സ്തോത്രം ആ സുവിശേഷം അനുസരിച്ച് ജീവിപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികൾ പറയണം, സ്തോത്രം എൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്നവളാണ്, എൻ്റെ അമ്മയെപ്പോലെ എനിക്ക് ആകണമെന്ന് മക്കൾ പറയണം. എൻ്റെ മമ്മി പ്രാർത്ഥിക്കുന്നു, മമ്മിയെപ്പോലെ എനിക്കാണ്. എൻ്റെ പപ്പ ഭയങ്കര ഭക്തനാണ്, സ്തോത്രം എൻ്റെ പപ്പയെപ്പോലെ എനിക്കാകണം. നേരത്തെ ഇത് എനിക്കായി കരുതാമൻ എന്ന ആ പാട്ട് പാടിയപ്പോൾ, എന്നുരച്ചവനെ എന്ന ആ പാട്ട് പാടിയപ്പോൾ ഞാൻ സഹോദരന്മാരടുത്ത് പറയുമായിരുന്നു, എൻ്റെ പപ്പ വർഷങ്ങളായിട്ട് എല്ലാ ദിവസങ്ങളിലും മിക്കവാറും ഈ പാട്ട് പപ്പ ഇങ്ങനെ വീട്ടിലിങ്ങനെ പാടി നടക്കാറുണ്ട്. Am I right? സ്തോത്രം. അതെ, പപ്പ ഇങ്ങനെ പപ്പ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് പോലും, സ്നാനപ്പെടുന്നതിന് മുമ്പ് പോലും പപ്പ എപ്പോഴും ഈ പാട്ടിങ്ങനെ പാടി നടക്കാറുണ്ട്. സ്തോത്രം. അതെ, ദൈവകൃപയോടെ മാതാപിതാക്കൾ ജീവിക്കുന്ന നമുക്ക് തോന്നും എനിക്ക് അവരെ പോലെയാകണം. മക്കൾ പറയും, സ്തോത്രം എൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്നു, എനിക്ക് എൻ്റെ അമ്മയെ പോലെയാകണം. എൻ്റെ അപ്പൻ ദൈവഭക്തനാണ്, എനിക്ക് അവരെ പോലെയാകണം. എന്നാൽ അപ്പൻ കുടിയനാണെങ്കിലോ, അപ്പനും വീട്ടിലുള്ളതായ കലങ്ങൾ മുഴുവൻ സ്തോത്രം എറിഞ്ഞു പൊട്ടിക്കുന്ന ഒരു സർക്കസ് കമ്പനി അവനെ പോലെയാണെങ്കിൽ പിള്ളേർ പറയും, അയ്യോ എൻ്റെ അപ്പനെ പോലെ എനിക്ക് വേണ്ടായേ എന്നായിരിക്കും പിള്ളേർ തിരിച്ചു പറയുന്നത്. ഇതേപോലെ തന്നെ ദൈവസഭയിൽ സ്തോത്രം ഒരു യഥാർത്ഥ ദൈവദാസനാണെങ്കിൽ, പൗലോസിൻ്റെ ഈ ഭാഷയിൽ പ്രാഗൽഭത്തോട് സംസാരിപ്പാൻ ഒരു യഥാർത്ഥ ദൈവദാസനാണെങ്കിൽ അവൻ്റെ മുൻപിൽ വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തിന് പറയാൻ കഴിയണം, യെസ്, എനിക്ക് അവൻ ജീവിക്കുന്നത് പോലെ എനിക്കും ജീവിക്കണം, എനിക്ക് അവൻ സക്സസ്ഫുള്ളായി ജീവിക്കുന്നത് പോലെ എനിക്ക് ജീവിക്കണം. എന്നാൽ പല സമയത്ത് അതല്ല ഇന്ന് ഈ തലമുറയിൽ വെളിപ്പെടുന്നത്. സ്തോത്രം. ശുശ്രൂഷയിൽ നമ്മൾ കയറി വരുമ്പോൾ പല ആത്മീയ നേതാക്കന്മാരെ കുറിച്ച് കേൾക്കുമ്പോൾ, പല സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവരെ കുറിച്ച് കേൾക്കുമ്പോൾ, പല വലിയ പേരുകൾ നമ്മൾ കേൾക്കുമ്പോൾ പലരുടെയും പ്രാർത്ഥനയാണ്, എൻ്റെ കർത്താവേ അവനെപ്പോലെ എനിക്കാകണ്ടായേ, എനിക്ക് അയാളെപ്പോലെ ആകണ്ട, എനിക്കതുപോലെ ഗതികെട്ട ഒരു ജീവിതം എനിക്ക് വേണ്ട. എന്നാൽ സക്സസ് ആയി ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിക്കേണ്ട ദൈവദാസന്മാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കും, സ്തോത്രം അവൻ ജീവിച്ചതിനേക്കാൾ അദ്ദേഹം ജീവിച്ചതിൻ്റെ പകുതിയെങ്കിലും എനിക്കാകാൻ തക്കവണ്ണം കഴിയുമോ, അദ്ദേഹം ദൈവവേല ചെയ്തതിൻ്റെ പകുതിയെങ്കിലും എനിക്ക് ദൈവത്തിൻ്റെ നാമത്തിൽ സ്തോത്രം പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം കഴിയുമോ. അങ്ങനെ പൗലൂസ് കുറച്ച് ഡയലോഗിലല്ല ജീവിച്ചത്, താൻ പ്രസംഗിച്ചതായ ആ ജീവിത സ്തോത്രം, ആ ദൂതിൽ താൻ ജീവിച്ചതുകൊണ്ട്, ആ സുവിശേഷത്തിൽ ജീവിച്ചതുകൊണ്ടാണ് പൗലൂസിന് പറയുവാൻ തക്കണം കഴിഞ്ഞത്, ഫോളോ മീ ആസ് ഐ ഫോളോ ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എൻ്റെ അനുകാരി ആയിത്തീരണം. പൗലൂസിൻ്റെ സാഹചര്യമെല്ലാം നല്ലായിരുന്നോ? നോ, ഒരിക്കലുമല്ല. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം നമ്മൾ വീണ്ടും ആ വാക്യം പറയും, എപ്പോഴും ആപത്തിലാണ് പൗലൂസ് ജീവിച്ചത്, എപ്പോഴും അപകടത്തിലാണ് പൗലൂസ് ജീവിച്ചത്. ഏത് വഴിക്ക് കല്ലേറ് ഉണ്ടാകുമെന്ന് അറിയത്തില്ല. നമ്മൾ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂർ പോയാൽ ഒരു ഹോട്ടലിലായിരിക്കും ചെക്ക് ഇൻ ചെയ്യുന്നത്, നമ്മൾ ചെന്നൈയിൽ പോയാൽ ഹോട്ടലിലായിരിക്കും ചെക്ക് ഇൻ ചെയ്യുന്നത്, ബോംബെയിലോ ഹൈദരാബാദോ വേറെ എവിടെ നമ്മൾ പോയാലും ഹോട്ടലിൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്നെങ്കിൽ പൗലൂസ് ഒരു പട്ടണത്തിൽ നിന്ന് വേറൊരു പട്ടണത്തിൽ ഇപ്പോൾ നേരെ ചെക്ക് ഇൻ ചെയ്യുന്നത് ജയിലിലേക്കാണ് ചെക്ക് ഇൻ ചെയ്യുന്നത്. അതായിരുന്നു പൗലൂസ്. പക്ഷെ എന്നിട്ടും പൗലൂസ് ജീവിച്ചതുപോലെ ജീവിപ്പാൻ അന്ന് ആയിരങ്ങൾ ഒരുക്കമായിരുന്നു. പൗലൂസിനെ അറിയാമെന്നുള്ള എല്ലാവർക്കും സ്തോത്രം പൗലൂസിനെ സംബന്ധിച്ച് ഇവണ്ണമായിരുന്നു, എനിക്ക് ആ മനുഷ്യൻ യേശുവിനെ സേവിക്കുന്നത് പോലെ സ്നേഹിക്കുന്നത് പോലെ എനിക്ക് കർത്താവിനെ സേവിക്കണം. സാഹചര്യം മോശമായിരിക്കാം, സ്തോത്രം എല്ലാവരും ഒരുപോലെയല്ല.
എല്ലാവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ ഒരുപോലെയല്ല, മനസ്സിലാക്കണമേ, മോശമായിരിക്കാം. പക്ഷേ അതിൻ്റെ നടുവിൽ നിന്ന് അവർ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ശോഭിക്കുന്നു. ഇന്നലെയും എനിക്ക് ആന്ധ്രയിൽ ഒരു പാസ്റ്റേഴ്സ് കോൺഫറൻസ് സൂം മീറ്റിംഗ് ആയിട്ടുണ്ടായിരുന്നു. 4 സെഷനായിരുന്നു. സ്തോത്രം, ഓരോ ദിവസങ്ങളിൽ 2 വീതം ലോങ് സെഷൻസ്. സോ ആ മീറ്റിംഗ് വർഷാവർഷങ്ങൾ എനിക്ക് തോന്നുന്നത് ഇന്നലെ ഞാൻ ശുശ്രൂഷയും കൂട്ടി 4ാമത്തെ പ്രാവശ്യം മറ്റുമാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത്. അത് ഓർഗനൈസ് ചെയ്യുന്ന നല്ലൊരു ദൈവത്തിൻ്റെ ദാസനുണ്ട്, ടൈറ്റസ് ബാബു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സ്തോത്രം, അദ്ദേഹം ആ മീറ്റിംഗ് വളരെ ഗംഭീരമായിട്ടാണ് ഓർഗനൈസ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 2500-3000 പാസ്റ്റേഴ്സ് തന്നെ ആ മീറ്റിങ്ങിന് എല്ലാ വർഷവും ഒരുമിച്ച് കൂടും. സ്തോത്രം, അതെ, ഈ കോവിഡ് ആയിരുന്നിട്ട് കൂടി അവിടെ ഫിസിക്കൽ ഗ്യാതറിംഗ് ഉണ്ടായിരുന്നു. സ്തോത്രം, ഞാൻ മാത്രമാണ് വെർച്വലി പ്രസംഗിച്ചു, ബാക്കിയുള്ള എല്ലാവരും ഫിസിക്കലി വന്ന് പ്രസംഗിച്ചു. നമുക്കിവിടെ ക്വാറൻറ്റൈൻ ഉള്ളത് കൊണ്ട് വരുന്ന ഞായറാഴ്ച പ്രസംഗിക്കണം, വരുന്ന ഞായറാഴ്ച സഭായോഗം ഉള്ളതുകൊണ്ട് ഞാൻ യാത്ര ചെയ്യാനായിട്ട് മടിച്ചു. സ്തോത്രം, കാരണം തിരിച്ചു വരുമ്പോഴേക്കും ക്വാറൻറ്റൈനിൽ ഇരിക്കണമല്ലോ എന്നുള്ളത് കൊണ്ട് യാത്ര ചെയ്യുന്നത് സ്തോത്രം ഒഴിവാക്കുകയുണ്ടായി. എന്നാൽ ഈ കോവിഡിൻ്റെ ഈ പ്രശ്നം ഉണ്ടായിട്ട് പോലും 700 പാസ്റ്റേഴ്സ് രജിസ്റ്റർ ചെയ്തു എന്നാണ് അറിയുന്നത്. സ്തോത്രം, നല്ല മീറ്റിംഗ് ആയിരുന്നു, വളരെ പവർഫുള്ളായിരുന്നു. ഓഫ്കോഴ്സ് വെർച്വലി ആയിരക്കണക്കിന് ആൾക്കാർ കാണുകയുണ്ടായി. എല്ലാ മഹത്വം കർത്താവിനായിരിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ആ മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യുന്ന ടൈറ്റസ് ബാബു പാസ്റ്റർ, അത് ഭയങ്കരമായി ഓടി നടക്കും. വളരെ സന്തോഷമായിരിക്കും, എല്ലാവരെയും സ്തോത്രം സ്വീകരിക്കും. ആരാധന വരുമ്പോൾ ഒരു മൺകുട്ടി ചാടുന്നത് പോലെ വളരെ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കും. ദൈവജനത്തിൽ ഭയങ്കരമായി റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സ്തോത്രം പുറമേ എല്ലാം നന്നായിരിക്കുന്നു, വളരെ മനോഹരമായിരിക്കുന്നു, ബ്യൂട്ടിഫുൾ. സ്തോത്രം, ഒരു കുറവുമില്ലാത്ത ദൈവത്തിൻ്റെ ദാസന്. പക്ഷേ ആ യോഗം കഴിഞ്ഞ് 2ാമത്തെ പ്രാവശ്യം ഞാൻ അവിടെ പോകുമ്പോൾ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്ന് എന്നോടും എൻ്റെ ട്രാൻസ്ലേറ്ററോട് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ഒന്ന് വന്ന് പ്രാർത്ഥിക്കുമോ, എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയിലാണ്. സ്തോത്രം. സോ അവരങ്ങനെ വളരെ താഴ്മയോട് പറഞ്ഞു. അതുകൊണ്ട് ആ വീട്ടിൽ പോയി. ആ വീട്ടിൽ പോയപ്പോൾ നമ്മുടെ തൊഴുത്തിൻ്റെ അത്രയുള്ള ആ വീട്, ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്, ഒത്തിരി പരിമിതികളും ഉണ്ട്, ഒത്തിരി കുറവുകൾ ആ വീട്ടിൽ ഞാൻ കണ്ടു. ഒത്തിരി സ്തോത്രം പോരായ്മകളുള്ള ഒരു വീട്ടിലാണ് ദൈവത്തിൻ്റെ ദാസൻ. പക്ഷേ ആ പോരായ്മകളിൽ സ്തോത്രം താൻ വീട്ടിൽ പാർക്കുമ്പോഴും, ആ പോരായ്മകൾ തൻ്റെ ഭവനത്തിലുള്ളപ്പോഴും, ആ പോരായ്മയുടെ നടുവിലാണ് താൻ ഒഴിഞ്ഞവനായിട്ടല്ല നിറഞ്ഞവനായി നിന്ന് ദൈവത്തിൻ്റെ വേല ചെയ്യുന്നത്. ഇന്ന് ഈ രാത്രിയിൽ ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും, സ്തോത്രം, എന്നാ കുറവ്, യൂട്യൂബും ഫേസ്ബുക്കും എല്ലാം ഉണ്ട്, എന്തോ കുറവ്. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് സ്തോത്രം ഞാൻ ഭക്ഷണം കഴിച്ചില്ല. ഞാൻ കഴിച്ച അല്പം ഏതാണ്ട് സ്നാക്സ് മാത്രം കഴിച്ചിട്ടാണ്, 4 മണിക്ക് സ്നാക്സ് കഴിച്ചിട്ടാണ് വന്നത്. സോ ദാറ്റ് മീൻസ് എന്താ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, പുറമേ നോക്കുമ്പോൾ സ്തോത്രം മനുഷ്യർ നിങ്ങളെ മനസ്സിലാക്കത്തില്ല. ഇതുപോലെ കുറവുകളുടെ നടുവിൽ, മുള്ളുകളുടെ നടുവിൽ, വ്യഥകളുടെ വേദനയുടെ നടുവിൽ നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ഈ കുറവും വേദനയും സ്തോത്രം പ്രശ്നങ്ങളും വെല്ലുവിളികളും ഒപ്പമുള്ളപ്പോൾ സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡിൽ ഒട്ടും കുറയാതെ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിപ്പാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ ചെയ്യുമാറാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ. സ്തോത്രം. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അനേകർ പറയും, സ്തോത്രം, അത് നാളെ ഫുഡ് തരട്ടോ. നോ, എനിക്ക് ടൈം കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിച്ചില്ല. സ്തോത്രം. റിയലി നിങ്ങളുടെ സ്നേഹത്തിന്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നന്ദി. സ്തോത്രം. മനസ്സിലാക്കണമേ, പല കുറവുകളുണ്ടായിരിക്കും. ചിലപ്പോൾ എന്നെക്കാൾ വലിയ വേദകളും വലിയ കുറവുകളും ഉള്ളതായ ദൈവദാസന്മാരായിരിക്കാം സ്തോത്രം എന്നെക്കാളും പ്രയോജനപ്പെടുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരിലേക്ക് കമ്പയർ ചെയ്ത് അവനേക്കാൾ ഞാൻ വലിയവനാണ്, അവനേക്കാൾ ഞാൻ ബെറ്ററാണ് എന്ന് ഒരിക്കലും പ്രബന്ധക്കണം കഴിയത്തില്ല. ആ കുറവുകളുടെ നടുവിലും പൗലോസ് പറയുകയാണ്, സ്തോത്രം, ഞാൻ എങ്ങനെയാണ് ദൈവവേല ചെയ്യേണ്ടത്, ഞാൻ എഫക്റ്റീവായിരിക്കണം, ഞാൻ എങ്ങനെയാണ് പ്രസംഗിക്കേണ്ടത്? പ്രാഗൽഭ്യത്തോടെ. സ്തോത്രം. അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. പ്രാഗൽഭ്യം എന്നതിന് ബോൾഡ്നെസ് എന്നതാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്, ധൈര്യത്തോടെ. സ്തോത്രം. സോ ഇത് ഇൻട്രഡക്ഷനായിട്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. പൗലോസ് ഇതാ പ്രാർത്ഥിച്ചവനാണ്. 40-ലധികം പ്രാവശ്യം തൻ്റെ 13 ലേഖനങ്ങളിൽ സഭയ്ക്ക് വേണ്ടി അങ്ങോട്ട് പ്രാർത്ഥിച്ച പൗലോസ് സ്തോത്രം സഭയിൽ നിന്ന് ഇങ്ങോട്ട് പ്രാർത്ഥന ആവശ്യപ്പെടുകയാണ്. പൗലോസ് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതായ പ്രാർത്ഥന പല പ്രാവശ്യം പൗലോസ് പറഞ്ഞിട്ടുണ്ട്. മേജർലി 5 പോയിന്റിലാണ്, അല്ലെങ്കിൽ 5 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പൗലോസ് പ്രാർത്ഥന ഇങ്ങോട്ട് ആവശ്യപ്പെട്ടത് എന്ന് പറയാം. സ്തോത്രം. ആ പ്രാർത്ഥനകളെല്ലാം കൂടെ ചേർത്ത് 5 പ്രാർത്ഥനകൾക്ക് ഞാൻ ഇങ്ങനെ പേര് കൊടുക്കുന്നു. മിഷൻ പ്രയർ. പൗലോസ് ഒന്നും തൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്തോത്രം താൻ പ്രാർത്ഥന ചോദിച്ചില്ല. തൻ്റെ ശുശ്രൂഷ, തൻ്റെ മിഷന് വേണ്ടിയുള്ളതായ പ്രാർത്ഥനയാണ് പൗലോസ് ചോദിച്ചത്. അഫ്കോഴ്സ് ദൈവത്തിൻ്റെ സഭയിൽ ആര് ശുശ്രൂഷിച്ചാലും, ഞാൻ ശുശ്രൂഷിച്ചാലും, നിങ്ങൾ ശുശ്രൂഷിച്ചാലും, ദൈവത്തിൻ്റെ സഭയെ നമ്മൾ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി അല്ല ഉപയോഗിക്കേണ്ടത്. ഒരിക്കൽ കൂടെ,
നിങ്ങളെ ഞാൻ ഉപയോഗിക്കേണ്ടത് എൻ്റെ ആവശ്യത്തിന് വേണ്ടിയാകല്ലേ, പകരം ദൈവനാമ മഹത്വത്തിന് വേണ്ടിയായിരിക്കണം നിങ്ങളെ ഞാൻ ഉപയോഗിക്കേണ്ടത്. കാരണം നിങ്ങൾ എങ്ങനെയുള്ള പാത്രങ്ങളാണ്? ദൈവത്തിൻ്റെ പാത്രങ്ങളാണ്. അത് ഹീനമായ പ്രവൃത്തിക്ക് വേണ്ടിയല്ല ഉപയോഗിക്കേണ്ടത്, അത് മാന്യമായ പ്രവൃത്തിക്ക് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്. സോ മനുഷ്യൻ നമ്മളെ ഉപയോഗിച്ചാൽ അപമാനിക്കും, മനുഷ്യൻ നമ്മെ ഉപയോഗിച്ച് അപമാനിക്കും. പകരം ദൈവം നമ്മെ ഉപയോഗിച്ചാൽ ദൈവം നമ്മെ മാനിക്കുമാറാകട്ടെ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതുകൊണ്ട് സ്തോത്രം. അതെ, പൗലൂസ് തൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പൗലൂസ് പറഞ്ഞത്. പൗലൂസ് ഒരിക്കലും അയ്യോ എനിക്ക് കുറച്ച് പൈസയ്ക്ക് ആവശ്യമുണ്ട്, നിങ്ങൾ ആ കടഭാരം മാറാൻ വേണ്ടി സ്തോത്രം പ്രാർത്ഥിക്കണമെന്നൊന്നും പറഞ്ഞില്ല. കാരണം കടം ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോസ്തലന് കടം ചോദിക്കുമ്പോൾ തൻ്റെ ഗ്ലാമറിന് കോട്ടം പറ്റും എന്ന് വിചാരിച്ച് സ്തോത്രം എനിക്ക് 2 ലക്ഷം രൂപ കടമുണ്ട്, മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഒരു പ്രേയർ റിക്വസ്റ്റ് പറഞ്ഞ് വളഞ്ഞു പിടിക്കാം. നോ, പൗലോസ് അങ്ങനെ വ്യക്തിപരമായി താൻ സ്തോത്രം തൻ്റെ ദൈവത്തിൻ്റെ സഭ ഉപയോഗിച്ചില്ല. സ്തോത്രം. ഒരു ദൈവികമായ ബന്ധങ്ങളും അത് മാനുഷികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല ഉപയോഗിക്കണം. ഞാൻ ആവർത്തിക്കുന്നു, ഒരു ദൈവിക ബന്ധങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകുന്ന ഒരു ബന്ധങ്ങളും അത് മാനുഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല ഉപയോഗിക്കേണ്ടത്. പകരം എന്തിനാണ്? ദൈവിക ആവശ്യത്തിന് വേണ്ടിയായിരിക്കണം അത് ഉപയോഗിക്കേണ്ടത്. ദൈവരാജ്യത്തിൻ്റെ വർധനവിന് വേണ്ടിയാണ് ദൈവം നിങ്ങൾക്ക് നൽകുന്നതായ ബന്ധങ്ങൾ ഉപയോഗിക്കുന്നത്. കാരണം ദൈവമാണ് നിങ്ങളെ യോജിപ്പിച്ചത്. വെൽഡിംഗ് മെഷീനല്ല നിങ്ങളെ യോജിപ്പിച്ചത്. വെൽഡിംഗ് മെഷീൻ ഉണ്ടല്ലോ, അതല്ല ഉപയോഗിച്ച്, അതല്ല നിങ്ങളെ യോജിപ്പിച്ച്. ഗ്ലൂ, ഫെവിക്കോൾ പോലെയുള്ള പശയല്ല നിങ്ങളെ യോജിപ്പിച്ചത്. പിന്നെ എന്താ? ആരാണ് യോജിപ്പിച്ചത്? കർത്താവാണ് യോജിപ്പിച്ചത്. കർത്താവാണ് യോജിപ്പിച്ചത്. ഇനി കർത്താവിനെ മാറ്റി നിർത്തി ആ ബന്ധത്തിനിടയ്ക്ക് പണത്തെയോ ജഡത്തെയോ പദവിയോ ഇലക്ഷനെയോ വോട്ടിനെയോ വേറെ എന്തിനെങ്കിലും കൊണ്ടുവന്ന് നിങ്ങൾ നോക്ക്, 4 ദിവസം കഴിയുമ്പോൾ ആ ബന്ധം മുറിഞ്ഞിരിക്കും. നിങ്ങളെ നഷ്ടപ്പെടുത്താൻ എനിക്ക് വളരെ എളുപ്പമാണ് കേട്ടോ. നിങ്ങളെ എനിക്ക് നഷ്ടപ്പെടുത്താൻ വളരെ എളുപ്പമാണ്. സ്തോത്രം. നിങ്ങളുടെ എൻ്റെയും മധ്യത്തിൽ കുറച്ച് ഫ്ലഷ്, കുറച്ച് ജഡത്തെ പിടിച്ച് നിർത്തിയാൽ മതി. കുറച്ച് ജഡം, സ്തോത്രം, ജഡീകമായ ഏതെങ്കിലും ഒരു കാര്യത്തെ നിങ്ങളെയും എൻ്റെ മധ്യത്തിൽ ഞാൻ പിടിച്ചു നിർത്തിയാൽ ആ ജഡത്തോടൊപ്പം ആര് കയറി വരും? ആ ജഡം, സ്തോത്രം, ജഡത്തോടൊപ്പം സാത്താൻ കയറി വരും. സാത്താൻ വരുന്നത് ഒരിക്കലും നന്മയ്ക്കല്ല. നമുക്കറിയാം, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. സോ അങ്ങനെ സാത്താൻ എനിക്കും നിങ്ങൾക്ക് മധ്യത്തിൽ ഇറങ്ങണമെങ്കിൽ ജഡത്തെ, കുറച്ച് ലോകത്തെ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ, അങ്ങനെയുള്ള പണത്തെ, എങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കാര്യത്തെ എടുത്തു വച്ചാൽ മതി. അപ്പോഴാണ് നമ്മൾ പറയുന്നത് അവർ നല്ല ആൾക്കാരെന്ന് വിചാരിച്ച് 25,000 രൂപ കൊടുത്തു, പക്ഷെ ഇപ്പം കണ്ടാൽ മിണ്ടത്തില്ല. പോയോ? ബന്ധം പോയോ? ഇടയ്ക്ക് പൈസ കൊടുത്തു, സ്തോത്രം, ബന്ധം പോയി. പരസ്പരം നോക്കല്ല, എന്നെ നോക്ക്. അബദ്ധം പറ്റിയവരെല്ലാവരും എന്നെ നോക്കിയിരിക്കുക. സ്തോത്രം. അതെ, ഇടയ്ക്ക് പണം കൊണ്ടുവന്നു, ബന്ധം പോയി. അതുപോലെ സ്തോത്രം, വേറെ എന്ത് കൊടുത്താലും പകരം ആ ബന്ധം നഷ്ടപ്പെടാതിരിക്കണം. ആരെ നിർത്തിക്കൊള്ളണം? കർത്താവിനെ നിർത്തിക്കൊള്ളണം. കർത്താവിനെ നിർത്തിക്കൊള്ളുക. കർത്താവല്ലാതെ വേറെ ഒരു പരിപാടിയും നമ്മുടെ മധ്യത്തിൽ കയറി വരരുത്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാണ്ട് സ്തോത്രം. പൗലോസ് സ്തോത്രം. അതേ ആത്മീയ ബന്ധം ഒരിക്കലും അദ്ദേഹം, ആ നല്ല ദൈവദാസൻ, തൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി താൻ ഉപയോഗിച്ചില്ല. അതുകൊണ്ട് ഈ 5 പ്രധാനപ്പെട്ട പോയിന്റുകൾ പൗലോസ് ചോദിക്കുന്നത്, 5 കാര്യങ്ങൾ സഭയോട്, കൊലോസിയ സഭയോട്, എഫെസ്യ സഭയോട്, റോമാ സഭയോട് ഒക്കെ സ്തോത്രം പൗലോസ് പ്രധാനമായി ചോദിക്കുന്ന ഈ 5 കാര്യങ്ങൾ. ഒന്നും തൻ്റെ പുറത്തെ മനുഷ്യന് വേണ്ടിയല്ല, അഥവാ പൗലോസ് എന്ന മനുഷ്യന് വേണ്ടിയല്ല, പകരം ദൈവദാസനായതുകൊണ്ട്, അവനൊരു പിതാവായതുകൊണ്ട്, അവനൊരു അപ്പോസ്തലനായതുകൊണ്ട് സ്തോത്രം പൗലോസ് മിഷൻ പർപ്പസിന് വേണ്ടിയാണ്, തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്, ദൈവരാജ്യത്തിന് വേണ്ടിയാണ് സ്തോത്രം അവന് പ്രാർത്ഥനകൾ ചോദിക്കുന്നത്. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. നമ്പർ 1, ഒന്നാമതായി പൗലോസ് ചോദിച്ചതായ ആ പ്രാർത്ഥന എന്തിനു വേണ്ടിയാണ്? ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 19-ാം വാക്യത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 19-ാം വാക്യം. നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ സഹായത്താലും അത് എനിക്ക് രക്ഷാകരണമായി തീരും എന്ന് ഞാൻ അറിയുന്നു. അതെനിക്ക് രക്ഷാകരണമായി തീരും എന്ന് ഞാൻ അറിയുന്നു. ഇംഗ്ലീഷിൽ ഈ ട്രാൻസ്ലേഷനിൽ സാൽവേഷൻ എന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷേ വേറൊരു ട്രാൻസ്ലേഷനിൽ അതെനിക്ക് ഡെലിവറൻസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ രക്ഷയും ഡെലിവറൻസ് എന്ന് പറയുന്നത് സ്തോത്രം വളരെ അടുത്തടുത്ത് കിടക്കുന്ന വാക്യങ്ങളാണ്. രക്ഷ, സാൽവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണത്? അതൊരു വിടുതലാണ്. സാൽവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡെലിവറൻസ് തന്നെയാണ്.
സാൽവേഷൻ അതുപോലെ ഡെലിവറൻസ് ആണ്. സാൽവേഷൻ അഥവാ രക്ഷ എന്നതിന് 7 പദങ്ങളാണ്, 7 കാര്യങ്ങളാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. രക്ഷ എന്ന് പറഞ്ഞാൽ അത് സൗഖ്യമുണ്ട്, രക്ഷ എന്ന് പറഞ്ഞാൽ അത് സമൃദ്ധിയുണ്ട്, രക്ഷ എന്ന് പറഞ്ഞാൽ വിടുതലുണ്ട്, പല കാര്യമുണ്ട്. അത് മറ്റൊരവസരത്തിൽ പറയാം. സ്തോത്രം. ഇവിടെ ഇതാ പൗലോസ് പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥന യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ സഹായം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സഹായിപ്പാനായി വരുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് അംബാനിയും സ്തോത്രം അതെ ടാറ്റയും ബെർളയുമല്ല എൻ്റെ സഹായത്തിന് ഇറങ്ങുന്നത്. പകരം ആരാണ് ഇറങ്ങുന്നത്? ദൈവത്തിൻ്റെ ആത്മാവാണ് ഇറങ്ങുന്നത്. സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് ജീവിതത്തിൽ ചലിക്കണമെന്ന് പറയുന്നവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. പരിശുദ്ധാത്മാവില്ലെങ്കിൽ പരിപാടി തീർന്നു. പരിശുദ്ധാത്മാവില്ലെങ്കിൽ മൂക്കിൽ പിന്നെ പഞ്ഞി കയറ്റിയാൽ മതി. പരിശുദ്ധാത്മാവില്ലെങ്കിൽ ജീവിതം തീർന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് ചലിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. യേശു യോർദാന്റെ കരയിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് ആരിറങ്ങി വന്നത്? ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്നത്. യേശു പരിശുദ്ധാത്മാവ്, യേശു പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു. സോ യേശു കർത്താവ് ദൈവപുത്രനായിരുന്നിട്ട് പോലും എന്ത് ചെയ്യണമായിരുന്നു? അവൻ പ്രാർത്ഥിക്കണമായിരുന്നു. എന്തിന്? പരിശുദ്ധാത്മാവ് ഇറങ്ങാൻ. ദൈവപുത്രൻ ആയിരുന്നിട്ട് കൂടെ അവൻ പ്രാർത്ഥിക്കണമായിരുന്നു പോലും പരിശുദ്ധാത്മാവ് ഇറങ്ങാൻ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഞാനും പ്രസംഗം കേൾക്കുമ്പോഴല്ല, യൂട്യൂബ് തുറക്കുമ്പോഴല്ല, പകരം മുട്ടിന്മേൽ നിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് ചലിക്കുന്നത്. ഹല്ലേലൂയ. സോ സഭയോട് താൻ പറയുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ സഹായത്താൽ അത് എനിക്ക് രക്ഷാകരമായി തീരും, അതെനിക്ക് ഡെലിവറൻസ് ആയിത്തീരും, അതെനിക്ക് വിടുതലായി തീരും. അപ്പോൾ അവിടെ എന്തോ ഒരു കാര്യത്തിന് വിടുതൽ പൗലൂസ് ചോദിക്കുകയാണ്. 17-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുക. സ്തോത്രം. അവിടുത്തെ പ്രശ്നം എന്താണ്? അവിടെ ഇതാ പല ശുശ്രൂഷകളെക്കുറിച്ച് പൗലൂസ് പറയുന്നു. ഇക്കാലത്തെ പോലെ തന്നെ സ്തോത്രം ധാരാളം ശുശ്രൂഷകളുണ്ടല്ലോ. 17-18 വാക്യങ്ങൾ. സ്തോത്രം. 17-ാം വാക്യം മുതൽ, മറ്റവരോ എൻ്റെ ബന്ധനങ്ങളിൽ എനിക്ക് ക്ലേശം വരുത്താൻ ഭാവിച്ചുകൊണ്ട് നിർമ്മലതയോടെയല്ല ശാഠ്യത്തോടെ അത്രേ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. ശാഠ്യത്തോടെ പ്രസംഗിക്കുന്നവൻ. 18-ാം വാക്യത്തിൽ വേറൊരു പദം പറയുന്നു. പിന്നെ എന്ത്? നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ ഏത് വിധമായാലും ക്രിസ്തുവിനെയല്ലോ പ്രസംഗിക്കുന്നത്. 2 പദങ്ങൾ ഞാൻ പറയട്ടെ. സ്തോത്രം. ശാഠ്യ ശുശ്രൂഷ, നാട്യ ശുശ്രൂഷ. സ്തോത്രം. 18-ാം വാക്യം പറയുന്നു ശാഠ്യത്തോടെ പ്രസംഗിക്കുന്നു. 18-ാം വാക്യം പറയുന്നു നാട്യത്തോടെ പ്രസംഗിക്കുന്നു. എന്താണ് ശാഠ്യം എന്ന് പറഞ്ഞാൽ? ഹൃദയത്തിൽ കയ്പ്, പക, വിരോധം, മത്സരം, ഇതൊക്കെ വെച്ചിട്ട് സ്തോത്രം ശാഠ്യത്തോടെ പ്രസംഗിക്കുന്നവർ, മറ്റുള്ളവരെ കമ്പയർ ചെയ്യുന്നവർ. അവനാണോ കൂടുതൽ ആള്, എനിക്കാണോ കൂടുതൽ ആള്? അവനാണോ കൂടുതൽ പോപ്പുലാരിറ്റി, എനിക്കാണോ കൂടുതൽ പോപ്പുലാരിറ്റി? അവനാണോ കൂടുതൽ ഗ്ലാമർ, എനിക്കാണോ ഏറ്റവും വലിയ ഗ്ലാമർ? ആരാ നിന്നെ വിളിച്ചത് മറ്റുള്ളവരെ നീയുമായി തുലനം ചെയ്യാൻ? നമുക്ക് മാർക്കിടുന്നവൻ സ്തോത്രം ഭൂമിയിലല്ല, നമ്മെ തൂക്കി നോക്കുന്നവൻ സ്വർഗത്തിലാണ്. ഞാൻ നേരത്തെ സ്തോത്രം ടൈറ്റസ് ബാബുവിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ആ പാസ്റ്റർ സ്തോത്രം ആ ചെറിയ തൊഴുത്തു പോലെയുള്ള വീട്ടിൽ നിന്ന് വന്നിട്ടാണ് ഈ ആയിരക്കണക്കിന് പാസ്റ്റർമാരെ ആന്ധ്രയിലുള്ള എല്ലാവരെയും ഒരുമിച്ച് കേട്ടുന്നത്. നമ്മളാണെങ്കിലോ നമ്മൾ വലിയ വിമാനത്തിൽ ചെന്നിറങ്ങിയാണ് ഗ്രാമത്തിൽ നിന്ന് പ്രസംഗിക്കുന്നത്. നമുക്കൊരു കുറവുമില്ല. ആ ദൈവദാസന് കുറവുകളേ ഉള്ളൂ. അതുകൊണ്ട് മാർക്കിടുന്നവൻ സ്തോത്രം അതെ ചില്ലിമേടയിലിരുന്ന് കല്ലെറിയുന്നവനല്ല മാർക്കിടുന്നത്. നിങ്ങളെ മാർക്കിടുന്നത് ഞാനല്ല. എന്നെ മാർക്കിടാൻ ഒരച്ചാച്ചനെയും ദൈവം നിയമിച്ചിട്ടുമില്ല. അതുകൊണ്ട് മനുഷ്യനല്ല നമ്മെ മാറിടുന്നത്. ഒരു ദിവസം നമ്മുടെ പ്രവൃത്തികളെല്ലാം കൂടെ തീയിലൂടെ കടത്തിവിടുമ്പോൾ, ഒരു ദിവസം നമ്മുടെ പ്രവൃത്തികളെല്ലാം കൂടെ തീയിലൂടെ കടത്തിവിടുമ്പോൾ അന്ന് ആരുടെ പ്രവൃത്തി നിലനിൽക്കുമോ അന്നാണ് അറിയുന്നത് ആരാണ് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ, ആരാണ് കർത്താവിൻ്റെ വിലേറിയ ദാസൻ, ആരാണ് കർത്താവിൻ്റെ ദാസൻ. നിങ്ങൾ കേട്ടോ? സ്തോത്രം. അല്ലാതെ പുറമേയുള്ള കാര്യം നോക്കി ഞാനാണ് ഇത്രയും കൂടുതൽ ചെയ്യുന്നത്, ഞാനാണ് ഏതാണ്ട് മഹാസംഭവമാണ്, പണ്ട് വംശനാശം സംഭവിച്ചതായ റൈനോസിന് പകരമായിട്ട് ഞാനാണ് ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നതെന്ന് പറയുന്നത് സ്പിരിച്വൽ പ്രൈഡ്, ആത്മീയ നിഗളം. മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുന്നെങ്കിൽ അത് ആത്മീയ നിഗളമാണ്. നിർത്തിക്കോ. മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യാൻ ദൈവം തന്നെ വിളിച്ചിട്ടില്ല. പകരം കർത്താവേ നീ എനിക്ക് 2 താലന്ത് തന്നോ, 2 കൂടെ തരണമേ എന്ന് പറഞ്ഞ് താഴ്മയോടെ വിനയത്തോടെ ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. 5 താലന്ത് കർത്താവ് തന്നോ, 5 കൂടെ നേടാൻ നീ എനിക്ക് കൃപ ചെയ്യണമേ. അല്ലാതെ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുവാൻ ദൈവം നമ്മെ വിളിച്ചിട്ടേ ഇല്ല. സ്തോത്രം. ശാഠ്യത്തോടെ അത് പ്രസംഗിക്കുന്നവർ. 17 വാക്യം അതാ പറയുന്നത്, ശാഠ്യത്തോടെ പ്രസംഗിക്കുന്നവർ. സ്തോത്രം. ശാഠ്യം, പകയോടെ,
പിണക്കത്തോടെ, സ്തോത്രം, അതെ, ശാഠ്യത്തോടെ പ്രസംഗിക്കാൻ. അങ്ങനെയുള്ള ദൈവവേല ദൈവം അംഗീകരിക്കുമോ? നോവേ. കാരണം ദൈവം നോക്കുന്ന വായിലൂടെ വരുന്ന വാക്കല്ല, ദൈവം നോക്കുന്നത് വാഗ്ധോരണിയല്ല, ദൈവം നോക്കുന്നത് നമ്മുടെ ഒക്കോബലറിയല്ല. മനുഷ്യൻ മുഖത്തെ കാണുന്നു, ദൈവമോ ഹൃദയങ്ങളെ കാണുന്നു. ദൈവം ഹൃദയങ്ങളെ കാണുന്നു. സ്തോത്രം. ഒത്തിരി നേരം ഞാനങ്ങ് ഭയങ്കരമായി പ്രാർത്ഥിച്ചു ഒച്ചയെല്ലാം പോയി. നിന്റെ ഒച്ച പോയി എന്ന് പറഞ്ഞിട്ടല്ല ദൈവം മാർക്ക് തരുന്നത്. പകരം എന്താ മാർക്ക് തരുന്നത്? കർത്താവ് ഹൃദയമാണ് നോക്കുന്നത്. പ്രാർത്ഥിപ്പാൻ വേണ്ടി മുട്ടുപിടക്കുമ്പോഴേക്കും ഇതാ സഹോദരനോ നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ ആദ്യം അതിനെ നിരപ്പ് വരുത്തുക, പിന്നെ വന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഹാർട്ട് ഗുണപ്പെടാതെ, ആ ഹൃദയം ഗുണപ്പെടാതെ വന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന നാറ്റം. നല്ല ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന സുഗന്ധം. ആ സുഗന്ധത്തിനാണ് മറുപടി വരുന്നത്. അതുകൊണ്ട് സ്തോത്രം, ശാഠ്യത്തിലല്ല നാം പ്രസംഗിക്കേണ്ടത്. പകരം എങ്ങനെയാണ്? സ്തോത്രം, മത്സരത്തിലല്ല പ്രസംഗിക്കേണ്ടത്, അത് സ്നേഹത്തിലാണ് പ്രസംഗിക്കുന്നത്. സുവിശേഷ ശബ്ദം ഞാൻ കൂടെ പറയും. സുവിശേഷ ശബ്ദം കേട്ടിട്ടില്ലാത്തവർ എഴുതിയെടുക്കുക. സുവിശേഷ ശബ്ദം എന്തോ ശബ്ദമാണ്? സ്നേഹ ശബ്ദമാണ്. അത് മത്സര ശബ്ദമല്ല. ഒരാൾ മാത്രം ആമേൻ പറഞ്ഞു. സ്തോത്രം. സുവിശേഷ ശബ്ദം എന്തോ ശബ്ദമാണ്? അത് സ്നേഹ ശബ്ദമാണ്, അത് മത്സര ശബ്ദമല്ല. അപ്പോൾ ശാഠ്യം നമുക്ക് വേണ്ട. ഇനി 18-ാം വാക്യം നോക്കുമ്പോൾ നാട്യം. ശാഠ്യം വേണ്ട, നാട്യം. നാട്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ജീവിതത്തിലില്ലാത്തത് പ്രസംഗിച്ചാൽ സാത്താൻ നിന്നെ നോക്കി പരിഹസിക്കും. കാരണം നിന്റെ കൊക്കംപിച്ച് മുഴുവൻ സാത്താൻ ഓൾറെഡി കണ്ടു. കഴിഞ്ഞ മണിക്കൂറുകളിൽ നീ ഏത് വഴിയാണ് യാത്ര ചെയ്ത്, സ്തോത്രം, എന്തൊക്കെയാണ് നീ കാട്ടിക്കൂട്ടിയെന്ന് സാത്താൻ കണ്ടിട്ടിരിക്കുകയാണ്. തിന്മയ്ക്കായി സാത്താൻ കണ്ടിട്ടിരിക്കുന്നു. സ്തോത്രം. നമ്മൾ സർവിലൻസ് ക്യാമറയ്ക്ക് കീഴിലാണ് ജീവിക്കുന്നത്. സർവിലൻസ് ക്യാമറയ്ക്ക് കീഴിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദുഷ്ടനായ സാത്താൻ നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ജീവിതത്തിലില്ലാത്തത്, സ്തോത്രം, നമ്മളിങ്ങനെ വിളിച്ചു പറയുമ്പോൾ സാത്താൻ മറുവശത്ത് നോക്കി നിന്ന് പരിഹസിക്കുന്നു. കർത്താവിൻ്റെ നാമം ദൂഷിക്കപ്പെടുന്നു. അതുകൊണ്ട് ശാഠ്യത്തിലല്ല പ്രസംഗിക്കേണ്ടത്, നാട്യത്തിലല്ല പ്രസംഗിക്കേണ്ടത്. ഞാൻ പറയട്ടെ, ഈ കാലത്ത് ഒത്തിരി ശാഠ്യ ശബ്ദങ്ങളുമുണ്ട്, നാട്യ ശബ്ദങ്ങളുണ്ട്. ഞങ്ങൾ പറയുന്നത് മാത്രമാണ് സത്യം, ഞങ്ങൾ പറയുന്നത് മാത്രമാണ് കൃത്യം, ഞങ്ങൾ മാത്രമാണ് പരമവിശുദ്ധന്മാർ, ഞങ്ങൾ കർത്താവിനേക്കാൾ എന്ന് പറയുന്ന, സ്തോത്രം, ശാഠ്യ സുവിശേഷകർ. ശാഠ്യത്തിലല്ല നീ മറ്റുള്ളവനെ വിധിക്കാൻ നീ ആര്? മറ്റുള്ളവനെ കുറ്റം പറയാൻ ആരാ നിന്നെ ആക്കിയേ? സ്തോത്രം. ഞാൻ ഭക്ഷണം കഴിക്കുന്നത് പോലെയല്ല വേറൊരാൾ ഭക്ഷണം കഴിക്കുന്നത്. സ്തോത്രം. ഞാൻ ജീവിക്കുന്നത് പോലെയല്ല മറ്റൊരാൾ ജീവിക്കുന്നത്. അഫ്കോഴ്സ് നമ്മൾ ജീവിക്കേണ്ട ദൈവത്തിൻ്റെ വചനപ്രകാരമാണ്. എന്നാൽ മനുഷ്യാവകാശ ധ്വംസനമെന്നാണ് അതിന് പറയുന്നത്. നിങ്ങളെല്ലാവരും ഞങ്ങളെപ്പോലെ ആകണം എന്ന് പറയാം. മനുഷ്യാവകാശ സ്തോത്രം, ദൈവവചനം, ദൈവത്തിൻ്റെ ആത്മാവ് താൻ പറയുന്നത് പോലെയല്ല ഞങ്ങൾ ജീവിക്കുന്നത്. ദൈവം പറയുന്നത് പോലെ ജീവിക്കാനാണ് കർത്താവ് ഞങ്ങളെ വിളിച്ചത്. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് എവിടെയുണ്ടോ അവിടെ ബന്ധനമല്ല ഉള്ളത്. ദൈവത്തിൻ്റെ ആത്മാവുള്ളത് അടുത്ത് സ്വാതന്ത്ര്യമുണ്ട്. താൻ പറയുന്നത് പോലെ അല്ല ഞങ്ങൾക്ക് ജീവിക്കാൻ താല്പര്യം. കർത്താവ് പറയുന്നത് പോലെ. ഞങ്ങളെ വിളിച്ചത് കർത്താവ്, ഞങ്ങളെ ആക്കി വെച്ചത് കർത്താവ്, ഞങ്ങളെ അഭിഷേകം ചെയ്തത് കർത്താവ്, ഞങ്ങളെ കണക്ക് കൊടുക്കേണ്ടത് കർത്താവിനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ശാഠ്യത്തിലല്ല നമ്മൾ ജീവിക്കേണ്ടത്, നാട്യത്തിലുമല്ല. ജീവിതത്തിൽ ഇല്ലാത്തതല്ല, പകരം എങ്ങനെയാണ്? പരമാർത്ഥമായിട്ടാണ് പ്രസംഗിക്കേണ്ടത്. അപ്പോൾ ഒത്തിരി നാട്യങ്ങൾ നടക്കുമ്പോൾ, ഒത്തിരി ശാഠ്യങ്ങളുള്ളപ്പോൾ, നാട്യമേത്, ശാഠ്യമേത്, പരമാർത്ഥത ഏത് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ ഒരു അവിയൽ പരുവത്തിൽ ഫേസ്ബുക്കിലും യൂട്യൂബിലും അതേ ഒക്കെ ഇങ്ങനെ കിടന്ന് കറമ്പോ ഇതിൽ ഏതാ ശാഠ്യം, ഏതാ നാട്യം, ഏതാ പരമാർത്ഥം എന്ന് പറയുമ്പോൾ പൗലോസ് പറയുകയാണ്, ഇതിൽ നിന്ന് എനിക്കൊരു വിടുതൽ വേണം. ഇതിൽ സത്യം ഏതാന്ന് ആര് തിരിച്ചറിയണം? ജനം തിരിച്ചറിയാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ നാമത്തിൽ സത്യം, സുവിശേഷം അതിൻ്റെ കൃത്യമായി വെളിപ്പെടുവാൻ തക്കണം. ദ എഫക്റ്റീവ് മിനിസ്ട്രി വെളിപ്പെടാൻ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഡെയിലി 10,000 രൂപ തരണമെന്നല്ല പറയുന്നത്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എഫക്റ്റീവ് മിനിസ്ട്രി വെളിപ്പെടുവാൻ എത്ര പ്രാർത്ഥിക്കും? കേട്ടിരിക്കല്ലോ ഒറ്റയെണ്ണം പ്രാർത്ഥനാ സെഷനാണ്. സ്തോത്രം. ഹല്ലേലൂയ. എഫക്റ്റീവ് മിനിസ്ട്രി, യഥാർത്ഥ ശുശ്രൂഷ എന്താണ്? അപ്പോസ്തലന്മാർ അല്ലാതിരിക്കെ കള്ളപ്പോസ്തലന്മാരെന്ന് തിരിച്ചറിഞ്ഞതുപോലെ യഥാർത്ഥ ശുശ്രൂഷ ഇന്നതെന്ന് തിരിച്ചറിവാൻ, സത്യ ശുശ്രൂഷ ഇന്നത് ബിസിനസ് അല്ല, സ്തോത്രം, പേരല്ല, പ്രസിദ്ധിയല്ല, യഥാർത്ഥ ശുശ്രൂഷ ഇന്നതെന്ന് തിരിച്ചറിവാൻ കർത്താവേ കൃത്യതയുടെ സത്യ ശുശ്രൂഷ വെളിപ്പെടുവാൻ, സത്യസുവിശേഷം വെളിപ്പെടുവാൻ, സ്തോത്രം, പരമാർത്ഥ ശുശ്രൂഷ വെളിപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമേ. സ്തോത്രം എന്ന് ജനം പ്രാർത്ഥിക്കട്ടെ. പരമാർത്ഥ ശുശ്രൂഷ എല്ലാവരും പറഞ്ഞാട്ടെ. പരമാർത്ഥത.
ഹല്ലേലൂയ. പരമാർത്ഥത. സ്തോത്രം. പരമാർത്ഥത. ഹല്ലേലൂയ. എഫക്റ്റീവ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. സ്തോത്രം. എഫക്റ്റീവായി. അതെ, പരമാർത്ഥത. സ്തോത്രം. നമ്പർ 2, ഒന്നാമത് പൗലോസ് പറയുന്നു സ്തോത്രം എഫക്റ്റീവ് മിനിസ്ട്രി. രണ്ടാമത് താൻ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ വേണ്ടി പറയുകയാണ്. കൂട്ടായ്മ. റോമർക്ക് ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 30 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. റോമർക്ക് ലേഖനം 15-ാം അധ്യായം 30 മുതൽ 32 വരെ. റോമർ 15:30 മുതൽ താഴോട്ട്. എന്നാൽ സഹോദരന്മാരെ, യഹൂദിയിലെ അവിശ്വാസികളെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കേണ്ടതിനും, ആ പദം ഞാൻ വീണ്ടും പറയും, യെരുശലേമിൽ ഞാൻ കൊണ്ടുപോകുന്ന സഹായം. അവിടെ മുതലാണ് നമ്മൾ രണ്ടാമത്തെ പോയിന്റ് ധ്യാനിക്കുന്നത്. യെരുശലേമിൽ ഞാൻ കൊണ്ടുപോകുന്ന സഹായം വിശുദ്ധന്മാർക്ക് പ്രസാദമായി തീരേണ്ടതിനും, വിശുദ്ധന്മാർക്ക് പ്രസാദമായി തീരേണ്ടതിന്, ഇങ്ങനെ ഞാൻ ദൈവ ഇഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോട് കൂടെ മനം തണുക്കേണ്ടതിനും നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോട് കൂടെ പോരാടണം. ഇപ്പം പ്രാർത്ഥന എന്ന് പറയുന്നത് നേരം പോക്കല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് പോരാട്ടമാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണ്? ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, പോരാട്ടമാണ്. അപ്പോൾ പ്രാർത്ഥിക്കുന്നവരുടെ പേരാണ് പോരാളികൾ. പ്രാർത്ഥിക്കാത്തവർ ജഡത്തിൽ പോരാടും, പ്രാർത്ഥിക്കുന്നവർ ആത്മാവിൽ പോരാടും. പ്രാർത്ഥിക്കാത്തവർ ജഡത്തിൽ പോരാടും. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കാത്ത പത്രോസ് അരയിൽ കിടന്ന വാളെടുത്ത് ജഡത്തിൽ, ഗതശമന തോട്ടത്തിൽ ജഡത്തിൽ സ്തോത്രം പോരാടിയത്. ജഡത്തിൽ പോരാടുന്ന പോരാട്ടം പരാജയമായിരിക്കും, പക്ഷെ ആത്മാവിൻ്റെ പോരാട്ടം എന്നും എപ്പോഴും എവിടെയും വിജയമായിരിക്കും. ഹല്ലേലൂയ. അർത്ഥം, പ്രാർത്ഥിക്കുന്നവൻ പരാജയപ്പെടുകയില്ല. പ്രാർത്ഥിക്കുന്നവൻ കണ്ടിട്ടില്ല അല്ല, തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല എന്ന് തദ്ദേശ സ്വയംഭരണത്തിൻ്റെ ഇലക്ഷൻ്റെ പ്രിപ്പറേഷൻ ആരെങ്കിലും വിളിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നെങ്കിൽ ഉടനെ ആ വിളിക്കുന്നവനെ മാറ്റി നിർത്തി ചോദിക്കണം, ചേട്ടാ നീ പ്രാർത്ഥിച്ചത് കൊണ്ടാണോ ഈ വിളിക്കുന്നത്? തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. അത് ആരാ പറയേണ്ടത്? അത് LDFും UDFും മറ്റേ മുന്നണി അല്ല പറയേണ്ടത്, പ്രാർത്ഥിക്കുന്നവനാണ് പറയേണ്ടത്. പ്രാർത്ഥിക്കുന്നവൻ ഒരിക്കലും തുരഞ്ഞു പോയിട്ടില്ല, തോറ്റുപോയിട്ടില്ല. പ്രാർത്ഥിക്കുന്നവൻ ജയിച്ചിട്ടേ ഉള്ളൂ. പൗലോസ് കൂട്ടായ്മയെ സംബന്ധിച്ച് 2 കാര്യങ്ങളോടെ പറയുകയാണ്. കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒന്ന്, അവർ എന്നെ സ്വീകരിക്കണം. ഞാൻ ഈ കൊണ്ടുപോകുന്നതുണ്ടല്ലോ, 30-ാം വാക്യം. സ്തോത്രം. എന്നാൽ സഹോദരന്മാരെ, യഹൂദിയിലെ അവിശ്വാസികളെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കേണ്ടതിന് യെരുശലേമിലേക്ക് ഞാൻ കൊണ്ടുപോകുന്ന സഹായം. യെരുശലേമിലേക്ക് ഞാൻ കൊണ്ടുപോകുന്ന സഹായം. എല്ലാവരും പറഞ്ഞാട്ടെ, സഹായം. എന്തുവാണ് കൊണ്ടുപോകുന്നത്? പറഞ്ഞാട്ടെ, ശബ്ദമുയർത്തി. സഹായം. യെരുശലേമിലേക്ക് ഞാൻ കൊണ്ടുവന്ന ദൂതല്ല, പ്രസംഗമല്ല, പ്രവചനമല്ല, ശുശ്രൂഷയല്ല, അഭിഷേകമല്ല. പകരം എന്താണ്? ഞാൻ കൊണ്ടുപോകുന്ന സഹായം. അപ്പോൾ പൗലൂസ് വരുന്നേ എന്ന് പറഞ്ഞ് യെരുശലേമിലെ സ്തോത്ര വിശ്വാസികളെ കാത്തിരിക്കുകയാണ്. പൗലൂസ് വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? പൗലൂസ് വെറും കൈയോടെ വരത്തില്ല. ഇന്ന് ഗസ്റ്റ് പ്രീച്ചേഴ്സായി നമ്മളൊക്കെ പോകുന്നത് വെറും കൈയോടെ പോയി നിറഞ്ഞ കൈയോടെയാണ് മടങ്ങി വരുന്നത്. എന്നാൽ പൗലോസ് അങ്ങനെയല്ല പറയുന്നത്. ഞാൻ വരുമ്പോൾ ക്രിസ്തുവിൻ്റെ നിറവോടുകൂടെ നിങ്ങളുടെ അടുക്കലേക്ക് വരണമെന്ന് പറഞ്ഞാൽ പൗലോസിൻ്റെ ശുശ്രൂഷയുടെ നിറവുമുണ്ട്. പകരം എന്താ? കയ്യിൽ സ്തോത്രം എന്തേലും സഹായം ഉണ്ടായിരിക്കും. കാരണം യെരുശലേം ചർച്ച ഒരു പാവപ്പെട്ട ചർച്ചായിരുന്നു. യെരുശലേം ചർച്ച പിന്നത്തെ ഇതിൽ പാവപ്പെട്ട ചർച്ചയായി തീർന്നതാണ്. കാരണം 4-ാം അധ്യായത്തിൽ യെരുശലേമിൻ്റെ ഉണർവ് നിങ്ങൾ വായിക്കുന്നതായ സമയത്ത് അവിടെയുള്ളതായ മുഴുവനും വിറ്റുപിറക്കി, ബർന്നബാസ് ഉൾപ്പെടെയുള്ളവർ എല്ലാവരും വിറ്റുപിറക്കി അപ്പോസ്തലന്മാരുടെ പാദത്തിൽ കൊണ്ടുവന്ന് വെച്ചു. കർത്താവ് ഇപ്പോൾ വന്നു പോകുമെന്ന് പറഞ്ഞ് അവർ ആവേശത്തിലങ്ങ് ചെയ്തു. വളരെ ശ്രദ്ധിക്കണം. ആവേശത്തിൽ അവർ ചെയ്തതാണ്. ആവേശത്തിൽ ചാടിക്കയറി ചെയ്യരുത്. അടുത്തിരിക്കുന്നവർ നോക്കി പറ, ആവേശം വേണ്ട. പെട്ടെന്ന് പറഞ്ഞാട്ട്, ആവേശം വേണ്ട. ആരെങ്കിലും നോക്കി പറഞ്ഞില്ലെങ്കിൽ അവരെ നോക്കി പറ, സ്തോത്രം. അവരെ തൊട്ട് വിളിച്ചൊന്ന് പറഞ്ഞാണ്ട് ആവേശത്തിൽ എന്തെങ്കിലും ചെയ്താൽ പിന്നെ അവസാനം പരവേശത്തിലേ കലാശിക്കത്തുള്ളൂ. ആവേശത്തിൽ അല്ല ചെയ്യേണ്ടത്, ആലോചനയിലാണ് ചെയ്യേണ്ടത്. ആവേശത്തിലല്ല ചെയ്യേണ്ടത്, പകരം എന്താണ്? ആലോചനയിലാണ് ചെയ്യേണ്ടത്. ആലോചന ഉണ്ടെങ്കിൽ നമുക്ക് നടക്കാം. ആലോചന ഉണ്ടെങ്കിൽ വരിക എന്ന് പറഞ്ഞാൽ കരയിൽ എന്നതുപോലെ കടലിലും നമ്മളെ നടക്കുക തന്നെ ചെയ്യും. ആലോചനയിൽ ആണ് സ്തോത്രം സക്സസ് ഉള്ളത്, അല്ലാതെ ആവേശത്തിലല്ല. ആവേശത്തിൽ ഇതാ കർത്താവ് വന്നു പോയേ, ഇതാ ദൈവരാജ്യം വെളിപ്പെട്ടെ, ഇതാ ഞങ്ങള് സ്തോത്രം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കാണുന്നേ, കർത്താവ് ഇതാ വന്നു പോയി അതാ എന്ന് പറഞ്ഞാൽ അവർക്കുണ്ട സകലം വിറ്റുകൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ പാദത്തിൽ വെച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും അവിടെ പോക്കറ്റുകാരിയായി, പൈസക്കാരിയായി. പിന്നത്തേതിൽ ആവേശത്തോടെ ചെയ്തവനെ ചുമക്കേണ്ട ഭാരം ആരുടെ മേൽ വന്നു? സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ ഉൾപ്പെടെയുള്ള ദൈവദാസന്മാരുടെ സ്തോത്രം ബാധ്യതയായി തീർന്നു. ആ ദൈവദാസന്മാർ. അതുകൊണ്ടാണ് പൗലോസ് ബിസിനസ് കേന്ദ്രങ്ങളായ തെസ്സലോനിക്ക, സ്തോത്രം, കൊരിന്ത്, അതുപോലെയുള്ളതായ ഇന്നത്തെ ഗ്രീസിലുള്ള പട്ടണം, ഇന്ന് അതെല്ലാം ഗ്രീസിലാണ്. ആ ഗ്രീസ് വലിയ പട്ടണം അതല്ല, ഫിലിപ്പിയ, പ്രത്യേകിച്ച് എഫെസോസ്, ഫിലിപ്പിയ, തെസ്സലോനിക്ക,
ഇതെല്ലാം വലിയ ധനിക പട്ടണമായിരുന്നു. ആ പട്ടണത്തിൽ പൗലോസ് പോയി സഭകളെ സ്ഥാപിച്ച് അവിടെ നിന്ന് ലക്ഷക്കണക്കിനല്ല, ഇന്നത്തെ കണക്കിൽ പറഞ്ഞാൽ ലക്ഷക്കണക്കിനല്ല, കോടിക്കണക്കിന് പൈസ റേസ് ചെയ്ത് പൗലോസ് വരികയാണ്. കോടിക്കണക്കിന് ഓരോ ട്രിപ്പ് കടന്നു വരുമ്പോൾ, ഓരോ മിഷൻ ട്രിപ്പ് കടന്നു വരുമ്പോൾ പൗലോസ് കോടിക്കണക്കിന് പൈസ റേസ് ചെയ്ത പാവപ്പെട്ട വിശ്വാസികൾക്ക് ഉണ്ടെന്ന് കൊടുക്കുകയാണ്. അപ്പോൾ പൗലോസ് എന്ന് പറയുന്നവൻ കയ്യിൽ കിട്ടുന്നതായ പൈസയെ എളിയിൽ തിരികിയിട്ട് കപടഭക്തിയല്ല പറയുന്നത്. ഇന്ന് സ്തോത്രം പലരും പറയും, ടി വിയിൽ ഇരുന്ന് ടി വിയിൽ പൈസ വാങ്ങല്ലേ, ടി വിക്കാരോട് പൈസ ടി വിയിൽ ഇരുന്ന് പൈസ ചോദിക്കല്ലേ. നമ്മൾ ഒരു പ്രാവശ്യം പോലും ടി വിയിൽ പൈസ ചോദിച്ചിട്ടില്ല, ചോദിക്കത്തില്ല. ആമേൻ, സ്തോത്രം. എനിക്ക് തോന്നുന്നത് 2003 മറ്റോ ആണ് നമ്മൾ ടി വിയിൽ ശുശ്രൂഷ തുടങ്ങി. 17 വർഷമായി. സ്തോത്രം. അതെ, ഇതുവരെ നമ്മൾ ടി വിയിൽ പൈസ ചോദിച്ചിട്ടില്ല. പക്ഷേ ഈ കയ്യിൽ കിട്ടുന്നത് മുഴുവൻ എളിയ തിരികിയിട്ട് സ്തോത്രം വേറെ തന്നെ കുറ്റം പറയല്ലേ. അങ്ങനെ കയ്യിൽ കിട്ടിയ മുഴുവൻ പോക്കറ്റിലിട്ടും, പോക്കറ്റിൽ കനം വയ്പ്പിച്ചും മടിയിൽ കനം വയ്പ്പിച്ചും. അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. പോക്കറ്റിൽ കനമുണ്ടോ മടിയിൽ കനമുണ്ടോ എന്ന് സ്തോത്രം. പോക്കറ്റിലും മടിയിലും ലക്ഷങ്ങളല്ല കോടികൾ വെച്ചിട്ട് കപടഭക്തി കാണിക്കാതെ അങ്ങനെയുള്ള അച്ചാച്ചന്മാരോട് എനിക്ക് പറയാനുള്ളത്, സ്തോത്രം, നീ എത്ര മറ്റുള്ള പാവങ്ങൾക്ക് കൊടുത്തു, നീ എത്ര മറ്റുള്ളവരിലേക്ക് സ്തോത്രം അതെ ദൈവിക നന്മയെ നീ കൊടുത്തു. നിന്റെ പ്രസംഗമല്ല നീ കൊടുക്കേണ്ടത്, നിന്റെ പ്രവചനം മാത്രമല്ല കൊടുക്കേണ്ടത്, നീ എന്ത് കൊടുക്കണം? നീ പൈസയും കൂടെ കൊടുക്കണം. പൗലോസ് എന്ന് പറയുന്ന ആ ചാനലിലൂടെ ഒഴുകി നോക്ക്, വചനം ഒഴുകി, ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ ഒഴുകി, രോഗശാന്തി വിടുതലും ഒക്കെ ഒഴുകി, കൂടെ എന്തു ഒഴുകി? സ്തോത്രം, പൈസ ഒഴുകി. ഈ ഉയർന്ന നല്ല പൈസ ഉള്ളതായ സഭകളിൽ പോയി മേടിച്ചിട്ട് പാവപ്പെട്ട വിശ്വാസികൾക്ക് കൊണ്ടുവന്ന് താൻ കൊടുക്കുകയാണ്. പക്ഷെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ പൗലോസിൻ്റെ പ്രയർ റിക്വസ്റ്റ് ഇതാണ്: യെരുശലേമിലേക്ക് ഞാൻ കൊണ്ടുപോകുന്ന ഈ സഹായം, ഈ പൈസ, യെരുശലേമിലേക്ക് ഞാൻ കൊണ്ടുപോകുന്ന ഈ സഹായം അവർക്ക് എന്തായി തീരണം? വിശുദ്ധന്മാർക്ക് പ്രസാദമായി തീരണം, പ്രസാദമായി തീരണം. അവർ വേണ്ട എന്ന് പറഞ്ഞാൽ എൻ്റെ പരിപാടി തീർന്നു. സ്തോത്രം. അവർക്കത് പ്രസാദമായി തീരണം. എന്നിട്ട് ഞാൻ നിങ്ങളുടെ ദൈവ ഇഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വരണം. അപ്പോൾ പൗലോസ് പറയുകയാണ്, വളരെ ശ്രദ്ധിക്കുക. സ്തോത്രം. ഞാനിതാ ഈ സഹായം അവിടെ ചെല്ലുമ്പോൾ അവർ പാരമ്പര്യ വിശ്വാസികളാണ്, പഴയ വിശ്വാസികളാണ്. ആരാ? യെരുശലേമിലുള്ളവർ, യെരുശലേമിലുള്ള പഴയ വിശ്വാസികൾ. അവിടെയാണ് ഈ ചലനം ആരംഭിച്ചത്. അപ്പോസ്തല പ്രവൃത്തി 2 അവിടെയാണിത് ആരംഭിച്ചത്. സ്തോത്രം. അവരാണ് സീനിയേഴ്സ്. പറഞ്ഞാട്ടെ, ആരാണ്? സീനിയേഴ്സ്. അവരാണ് സീനിയേഴ്സ്. അപ്പോൾ മിക്കവാറും സീനിയേഴ്സിന് അല്പം തലക്കനം കൂടുതലായിരിക്കും. ഇവിടെ അങ്ങനെയുള്ള ആരുമില്ല, നമ്മളെല്ലാം ജൂനിയേഴ്സ് വന്നിട്ടുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. കാരണം അടുത്ത ആഴ്ച നമുക്ക് കാണണമല്ലോ. അതെ. എന്നാൽ യെരുശലേംകാരെല്ലാവരും സീനിയേഴ്സാണ്, ആദ്യ വിശ്വാസികളാണ്. അപ്പോൾ പൗലോസ് അവരുടെ മുൻപിൽ ജൂനിയറാണ്. ഞങ്ങളാണ് സീനിയർ, ഞങ്ങളാണ് വെള്ളം വീഞ്ഞാക്കിയപ്പോൾ ഞങ്ങളാണ് ചേർന്ന് നിന്നത്. ആ പക്ഷപാതക്കാരനെ 4 പേര് ചുമ്മിക്കൊണ്ട് വന്നപ്പോൾ അവനെ എണീപ്പിച്ച് വിട്ടപ്പോൾ ഞങ്ങളാണ് കൂടെ ഉണ്ടായിരുന്നത്. പൗലോസേ, നീ എവിടെയാണ്? നീ അന്ന് വന്നിട്ടില്ല. പൗലോസേ, നീ അന്ന് ഞങ്ങളുടെ കൂടെ സഭയിൽ വന്നിട്ടില്ല. പിന്നെ അവൻ കാറ്റിനെ ശാസിച്ചപ്പോൾ കടലിനെ ശാന്തമാക്കുമ്പോൾ ഞങ്ങളായിരുന്നു ബോട്ടിലുണ്ടായിരുന്നേ. നീ എവിടെ ആയിരുന്നു? നീ എവിടെ? നിന്റെ അഡ്രസ് പോലും ഇല്ലായിരുന്നു. ലാസ്റ്റിനെ പുറത്തേക്ക് വിളിച്ചിറക്കിയപ്പോൾ ആ ക്രൗഡിലെങ്ങും നീ ഇല്ലായിരുന്നു. യായിറോസിൻ്റെ മകളെ അതേ അടക്കാരാധന, അടക്ക ശുശ്രൂഷ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശുശ്രൂഷയെ തീർന്നപ്പോൾ പൗലോസേ നീ ഇല്ലായിരുന്നു. 5 അപ്പം കൊണ്ട് 5000 പേരെ ഭക്ഷിച്ചപ്പോൾ അതിൻ്റെ ഉപ്പ് നോക്കാൻ പോലും പൗലോസേ നീ ഇല്ലായിരുന്നു. ഞങ്ങളാണ് സീനിയേഴ്സ് എന്ന് പറയുന്നതായ എന്നവർ പറഞ്ഞു പോയാൽ അവരെ ഹൃദയമടഞ്ഞാൽ എന്ത് ചെയ്യും? അവരെ ഹൃദയമടഞ്ഞാൽ പൗലോസിന് സ്തോത്രം ഈ സഹായം വ്യർത്ഥമായി തീരും. അതുകൊണ്ട് താൻ വളരെ താഴ്മയോടെ പറയുന്നു, സ്തോത്രം, അവരിത് സ്വീകരിക്കണം. അല്ലാതെ പൈസ കൊണ്ടുപോയി ഞാൻ യെരുശലേം ചർച്ചിനെ വിലയ്ക്ക് വാങ്ങട്ടെ എന്നല്ല പൗലോസ് ആഗ്രഹിക്കുന്നത്. വളരെ ശ്രദ്ധിക്കുക. സ്തോത്രം. ദിസ് ഈസ് സോ പവർഫുൾ. പൗലോസ് പോയി സ്തോത്രം കുറച്ച് പൈസ കൊടുത്ത്, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, അമാര് 5 പൈസയ്ക്ക് ഗതിയില്ലാത്തവന്മാരാ, നിങ്ങൾ എൻ്റെ കൂടെ ചേർന്ന് നിന്നാൽ നിങ്ങൾക്ക് ഗതി ഉണ്ടാകും എന്ന് പറഞ്ഞ് പൈസ കൊടുത്ത് പൗലോസ് യെരുശലേം ചർച്ചിനെ സ്പ്ലിറ്റ് ചെയ്യാനല്ല പോയത്. നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല, നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. നിങ്ങൾ തിരുവനന്തപുരംകാരാ, നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അങ്ങനെ നോർത്ത് ഇന്ത്യയിൽ ഇന്നും അമേരിക്കയിൽ നിന്ന് ഡോളർ കൊണ്ടുപോയി സഭകളെ വിലയ്ക്ക് വാങ്ങുന്ന അച്ചാച്ചന്മാരുണ്ട്. അവരിൽ ചിലർമാർ ഇപ്പൊ കേൾക്കുന്നുണ്ട്. സ്തോത്രം. അമേരിക്കയിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ കൊണ്ടുപോയി നല്ല നല്ല സംഘടനകൾ, ഫിലദൽഫിയ അതുപോലെയുള്ള ഒത്തിരി സംഘടനകൾ ഒത്തിരി ലക്ഷക്കണക്കിന് രൂപ കൊണ്ടുപോയി ചർച്ചിനെ സ്തോത്രം അതെ വിലയ്ക്ക് വാങ്ങുന്നവർ. സഭയുണ്ടോ, സഭ കൊടുക്കാനുണ്ടോ എന്ന് പറഞ്ഞ് സൗത്ത് ഗുജറാത്തിൽ, നോർത്ത് മഹാരാഷ്ട്രയിൽ, ബീഹാറിൽ, ഒറീസയിൽ പൈസ കൊടുത്ത് ചർച്ച് വാങ്ങുന്നതല്ല സ്തോത്രം അതെ ശുശ്രൂഷ. അത് മോഷണമാണ്. മോഷണം അത് കള്ളന്മാരുടെ മോഷണമല്ല, കൊള്ളക്കാരുടെ മോഷണമാണ്. അപ്പൊ ഞാനൊരു ചർച്ചിൽ പോകുന്നെങ്കിൽ ആ ചർച്ചിനെ കൊള്ളയടിക്കാനല്ല, അതിനെ തകർക്കാനല്ല പോകേണ്ടത്, അതിനെ വളർത്താനാണ് ഞാൻ പോകേണ്ടത്.
പൗലോസ് ഇതാ സ്തോത്രം സഹായം കൊണ്ട് യെരുശലേം ചർച്ചിൽ പോകുന്നത് അവിടെ ഒരു ലോബി പണിയാനല്ല, പൗലോസിന്റെ പേരൊരു ലോബി കൊണ്ട് തീർക്കാനല്ല, പത്രോസിൽ നിന്നും ബാക്കി യാക്കോബിൽ നിന്നും അവരെ അടിച്ചു മാറ്റാനല്ല പോകുന്നത്. പകരം എന്താ? അവർക്ക് അനുഗ്രഹമായിട്ടാണ് പൗലോസ് പോകുന്നത്. ഞാൻ പറയട്ടെ, നിങ്ങളുടെ കയ്യിൽ ഇനി നാളെ ലക്ഷങ്ങളല്ല ദൈവം തരേണ്ടത്, നിങ്ങളുടെ കയ്യിൽ കർത്താവ് കോടികൾ തരണം. ഞാൻ പോവാ, നിങ്ങൾക്ക് വേണ്ട ഇനി ഞാൻ എടുത്തോളാം. ഹല്ലേലൂയ. ഒരു വെൽത്ത് ട്രാൻസ്ഫർ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ കൃപയാൽ സംഭവിക്കുകയാണ്. ഒരു വെൽത്ത് ട്രാൻസ്ഫർ ദൈവകൃപയാൽ കർത്താവ് തരുമ്പോൾ, നമ്മൾ ആഫ്രിക്ക പോയാലും ശരി, നമ്മൾ നോർത്ത് ഇന്ത്യ പോയാലും ശരി, നമ്മൾ ലോകത്തിലെ ഏത് ഭാഗത്ത് പോയാലും അവിടെ ആയിരിക്കുന്ന ദൈവദാസന്മാർക്ക്, അവിടെ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തിന് സ്തോത്രം അനുഗ്രഹമായിട്ടാണ് നമ്മൾ കടന്നു പോകേണ്ടത്. അനുഗ്രഹമായിട്ടാണ് പോകേണ്ടത്. നാളെ തിരുവനന്തപുരം വഴിക്ക് ഏതാണ്ട് ഒരു കാറ്റ് പോകുന്നെന്നാണ് പറയുന്നത്. സ്തോത്രം. കാലാവസ്ഥ പറയുക, ഞാനല്ല പറഞ്ഞ കാലാവസ്ഥ. കാറ്റ് കാണാൻ വേണ്ടി ഞാനും ഇങ്ങനെ നിങ്ങളെ പോലെ കാത്തിരിക്കുക. കർത്താവേ, ഏത് വഴിക്ക് കാറ്റ് വരും എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ കാത്തിരിക്കുക. സ്തോത്രം. കാറ്റ് വരട്ടെ. നല്ല മഴ നമുക്ക് ആവശ്യം. എന്തൊരു ചൂടായി ഈ ദിവസങ്ങൾ. 32 ഡിഗ്രി ഇന്നുണ്ടായിരുന്നു. നല്ല ചൂടായിരുന്നു. ഇന്നലെ 32 ഡിഗ്രി ഇന്നലെ ഉണ്ടായിരുന്നു. നല്ല ചൂടായിരുന്നു. മഴ വേണം. സമാധാനമായിട്ട് മഴ പെയ്യട്ടെ. ആമേൻ. സമാധാനത്തിൻ്റെ മഴയുണ്ടാകട്ടെ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞ് ആമേൻ. സമാധാനത്തിൻ്റെ മഴ. അപ്പോൾ സമാധാനത്തിൻ്റെ നന്മയായി അനുഗ്രഹമായിട്ടാണ് ഒരിടത്തേക്ക് കയറി ചെല്ലേണ്ടത്. അല്ലാതെ സാൻഡി വന്നതുപോലെ, കട്രീന വന്നതുപോലെയല്ല വരേണ്ടത്. നിൻ്റെ ആൻറ്റിയുടെ പേരല്ല ഞാൻ പറഞ്ഞ, 2 കാട്ടിൻ്റെ പേരാണ് ഞാൻ പറഞ്ഞത്. സ്തോത്രം. ഒരിടത്തേക്ക് കയറി ചെല്ലുമ്പോൾ കട്രീന പോയതുപോലെയല്ല. കട്രീന മിനിസ്ട്രിക്ക് വേണ്ടിയല്ല നീ പോകേണ്ടത്. ഒരു ടൊർണാഡോ പോലെയല്ല നീ പോകേണ്ടത്. പകരം അവർക്ക് സ്തോത്രം അനുഗ്രഹമാകണം. ആ ചർച്ചിന് അനുഗ്രഹമാണ്. അവിടെ കരയുന്ന ഒരു ദൈവദാസനുണ്ട്. അദ്ദേഹത്തിന് ബലമാകണം. അവിടെ ഡിസ്കറേജ്മെൻറ്റിലിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമുണ്ട്. അവരെ ബലപ്പെടുത്തണം, എൻകറേജ് ചെയ്യണം. അവിടെ മുറിവേറ്റിരിക്കുന്ന ആരുണ്ട്, അവിടെ മുറിവ് കെട്ടണം. അവിടെ ദുഃഖത്തിൻ്റെ കണ്ണുനീർ പൊഴിക്കുന്ന ആരുണ്ട്, അവിടെ ദുഃഖത്തിൻ്റെ കണ്ണുനീരുകൾ ആനന്ദ കണ്ണുനീരുകളായി തീരണം. അവിടെ രോഗികളുണ്ട്, അവരെ സ്തോത്രം സൗഖ്യമാകണം. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, യേശുവിൻ്റെ നാമത്തിൽ അവിടെ കഞ്ഞു കുടിക്കാൻ വകയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഊറ്റാനല്ല നമ്മൾ പോകേണ്ടത്, അവർക്ക് കൊടുക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ കൃപയാൽ ഭാവിയിൽ ദൈവം അയക്കണം. വിശ്വസിക്കുന്ന ക്രൈസ്റ്റ് സെന്റർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതിനുള്ള മേഖലകൾ തുറക്കട്ടെ. ഇന്ന് രാത്രി മുതൽ പ്രാർത്ഥിക്കണം, കർത്താവേ, കോടിക്കണക്കിന് ജനത്തിന് അനുഗ്രഹമാകുവാൻ എൻ്റെ കരങ്ങൾ ഒരു ചാരനാക്കി തീർക്കണമേ. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. നോർത്ത് ഇന്ത്യയിൽ ഈ ക്രൂസൈഡ് തുടങ്ങുന്ന സമയത്ത് സ്തോത്രം അടുത്തുണ്ടാകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു നേരമെങ്കിലും 3 ദിവസത്തെ മീറ്റിങ്ങിന് രാത്രി ഒരു നേരമെങ്കിലും അവർക്ക് ആഹാരം കൊടുക്കണം. സ്തോത്രം. നമ്മളെപ്പോലെ അതെ 12 കറി 70 കൂട്ടാൻ ഇതൊന്നും അവർക്ക് വേണ്ട. നമുക്ക് ഈ 12, 70, 120, 3000 ഒക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്ന സംഖ്യകൾ. സ്തോത്രം. പക്ഷേ നോർത്ത് ഇന്ത്യക്കാർക്ക് അതൊന്നും വേണ്ട. അവർക്കൊരു സ്തോത്രം പകുതി വേണ്ടതായ അല്പം ചാവൽ എന്ന് പറഞ്ഞാൽ അതെ അല്പം ചോറും ഒരു ഡാലും ഒരു സബ്ജി ഉണ്ടെങ്കിൽ അവർക്ക് കുശാലായി. സ്തോത്രം. ഒരു വെജിറ്റബിൾ കറിയും അല്പം ഒരു പരിപ്പും അല്പം സ്തോത്രം ചോറും കിട്ടുകയാണെങ്കിൽ അവർക്ക് സ്തോത്രം സന്തോഷമായി. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഒരു കൈ കൊണ്ട് വചനം നമ്മൾ കൊടുക്കുന്നു, മറ്റേ കൈ കൊണ്ട് നമ്മൾ അപ്പവും കൊടുക്കുന്നു. ഒരു കൈയിൽ വചനവും മറ്റേ കൈയിൽ അപ്പവും. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചോ. ഉറവകളെ ദൈവം തുറക്കട്ടെ. അതിനുള്ള ബിസിനസ്സുകാരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. അതിനുള്ളതായ ഉദ്യോഗസ്ഥരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. അതിനുള്ള റിസോഴ്സസ് ദൈവം ഒരുക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. നമ്മളെ ജനത്തെ കറക്കാനല്ല നടക്കേണ്ടത്, പകരം കർത്താവിൽ നിന്ന് പ്രാപിച്ച് കൊടുക്കുവാൻ തക്കണം. കർത്താവ് നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ. എൻ്റെ പേരാണ് ഫെലോഷിപ്പ്. പൗലോസ് പറയുന്നു, സ്തോത്രം, അങ്ങനെ ഒരു കൂട്ടായ്മ, ആ കൂട്ടായ്മ എനിക്ക് വേണ്ടി തുറക്കണം. അവരാണ് സീനിയേഴ്സ്. അവരാണ് കർത്താവിൻ്റെ കൂടെ 3.5 വർഷം നടന്ന്. ആ 3.5 വർഷത്തിൽ ഒരു ദിവസം പോലും ഞാൻ കർത്താവിനെ കണ്ടിട്ടില്ല. അവരാണ് സീനിയേഴ്സ്. പക്ഷെ അവരെ ഹൃദയം തുറന്നില്ലെങ്കിൽ എൻ്റെ പരിപാടി തീർന്നു. അവരുടെ ഹൃദയം തുറക്കണം. എനിക്ക് എത്ര വെളിപ്പാടുണ്ടെന്ന് പറഞ്ഞാലും അവരെ ഹൃദയം തുറക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ തുറച്ചു നോക്കത്തേ ഉള്ളൂ. നമ്മൾ എത്ര ശുശ്രൂഷിച്ചെന്ന് പറഞ്ഞാൽ, എത്ര നന്നായി ജീവിച്ചെന്ന് പറഞ്ഞാലും സ്തോത്രം, നമുക്കെതിരെ ഹൃദയമടഞ്ഞവരാണെങ്കിൽ കണ്ണട വെച്ചും കണ്ണട വെക്കാതെ അവരിങ്ങനെ ഇവൻ ഇതുവരെ ഒതുങ്ങിയില്ലേ എന്ന് പറഞ്ഞിങ്ങനെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് അവരെ സ്തോത്രം, അവർക്കത് പ്രസാദമാകണം. ഇനി അവർക്ക് ഞാൻ പ്രസാദമാക്കി അവർക്ക് നന്മ ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരുമ്പോഴോ, ഫെലോഷിപ്പാണ് നമ്മുടെ വിഷയം. പോയിന്റ് നമ്പർ 2, ഫെലോഷിപ്പ്, കൂട്ടായ്മ. സ്തോത്രം. അവർക്കത് പ്രസാദമായി ഞാൻ തിരിച്ചു വരുമ്പോഴോ ദൈവ ഇഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോട് കൂടെ മനം തണുക്കേണ്ടതിനും നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ എന്നോട് പോരാകണം. ഞാൻ അവരെ തണുപ്പിച്ചിട്ട് വരുന്നു. എവിടെ? യെരുശലേമിൽ അവരെ പ്രസാദമായി അവരെ തണുപ്പിച്ചിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ നിങ്ങളെ അടുക്കൽ എൻ്റെ പ്രാണൻ ചൂടാകിയല്ല, എൻ്റെ മനം തണുക്കണം, എൻ്റെ പ്രാണൻ തണുക്കണം. അപ്പോൾ കൂട്ടായ്മ എന്ന് പറയുന്നത് മനം തണുപ്പിക്കുന്നതാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. BP കൂട്ടുന്നതല്ല കൂട്ടായ്മ.
നിങ്ങളെ BP കൂട്ടുന്ന ആൾക്കാരാണെങ്കിൽ തീവ്രവാദികളുടെ കൂടെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്. സ്തോത്രം. നിങ്ങളുടെ BP കൂട്ടുന്ന, നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന വ്യക്തികളാണ് നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നതെങ്കിൽ ആത്മീയ തീവ്രവാദികളെ കൂടിയാണ് നിങ്ങളായിരിക്കുന്നത്. പകരം അതല്ല ആത്മീയം. ദൈവസ്നേഹമുള്ള ദൈവമക്കളാണെങ്കിൽ എൻ്റെ അടുത്ത് 2 മിനിറ്റ് ഒരാൾ വന്ന് സംസാരിച്ചാൽ, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് സംസാരിച്ചാൽ മനം തണുക്കണം. ദൈവമക്കളെ, മനം തണുക്കണം. കൂളൻ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എത്ര പേർക്കറിയാം കൂളൻ്റ്? ആ എഞ്ചിൻ ഇങ്ങനെ ചൂടായി അത് അവസാനം പൊട്ടിത്തെറിക്കത്തില്ലയോ? അത് ചീത്തയായി പോകത്തില്ലയോ? ആ ചീത്തയായി പോകാതെ ഒരു കൂളൻ്റിനെ തണുപ്പിക്കുന്നത് പോലെ നിങ്ങളും ഞാനും എങ്ങനെയായിരിക്കണം? ചുറ്റും നിൽക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് നമ്മളൊരു കൂളൻ്റ് ആയിരിക്കണം. അത് പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയാണ്, കൂളൻ്റാണ്. അല്ലാതെ മറ്റുള്ളവരുടെ തലയിൽ തീകോരി ഇടുന്നതല്ല നമ്മുടെ ശുശ്രൂഷ. പകരം സ്തോത്രം, മനം തണുക്കണം. 21 സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. പറഞ്ഞാട്ടെ, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. ചുറ്റും നിൽക്കുന്നവർ സ്തോത്രം ദൈവമക്കളാണെങ്കിൽ പ്രാണൻ തണുപ്പിക്കും. പിശാചനാൽ ഉപയോഗിക്കപ്പെടുന്നവരാണെങ്കിൽ പ്രാണൻ ചൂടാക്കും. രണ്ടിലൊന്നായിരിക്കും. ഒന്നുകിൽ വ്യക്തികളെ ദൈവം ഉപയോഗിക്കും, ഇല്ലെങ്കിൽ വ്യക്തികളെ പിശാച് ഉപയോഗിക്കും. സാത്താൻ ഉപയോഗിക്കുന്നവർ നിങ്ങളുടെ പ്രാണനെ ചൂടാക്കുമ്പോൾ, ദൈവം ഉപയോഗിക്കുന്നവർ നിങ്ങളുടെ പ്രാണനെ തണുപ്പിക്കുന്ന എൻ്റെ ഉള്ളത്തെ തണുപ്പിച്ച ഇന്നാര് എന്ന് പൗലൂസ് പറയുന്നത് പോലെ. അങ്ങനെ ഒരു വാക്യമുണ്ട്. സ്തോത്രം. ഉള്ളത്തെ തണുപ്പിക്കുന്നവർ മറ്റുള്ളവർ ഉള്ളത്തെ തണുപ്പിക്കുന്നവരായിരിക്കട്ടെ. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, മറ്റുള്ളവരെ തണുപ്പിക്കണം. പറഞ്ഞാട്ടെ, മറ്റുള്ളവരെ തണുപ്പിക്കണം. ഹല്ലേലൂയ. എൻ്റെ ചുറ്റും 4 ലൈറ്റുണ്ട്. സ്തോത്രം. 3 ഫാനും ഉണ്ട്. പക്ഷെ എന്നിട്ടും തണുക്കുന്നില്ല. ഹല്ലേലൂയ. സ്തോത്രം. അതെ, നല്ല ചൂടുണ്ട് ഇങ്ങനെ നിന്ന് പ്രസംഗിക്കാൻ. പക്ഷേ സ്തോത്രം, ദൈവകൃപയാൽ ഇതെങ്കിലും ഉണ്ടല്ലോ, ഇതിനായി സ്തോത്രം. ഹല്ലേലൂയ. അപ്പം തണുപ്പിച്ചാൽ മാത്രമേ, ചിലർ പറയും സ്തോത്രം, അയ്യോ ഞാൻ മറ്റുള്ളവരെ തണുപ്പിച്ചാൽ എൻ്റെ കാര്യം എന്താകും? തണുപ്പിക്കുന്നവന് മാത്രമേ തണുപ്പ് കിട്ടത്തുള്ളൂ. തണുപ്പിക്കുന്നവർക്ക് മാത്രമേ തണുപ്പ് കിട്ടത്തുള്ളൂ. നീ മറ്റുള്ളവരെ തണുപ്പിക്കുകയാണോ, മറ്റുള്ളവരുടെ പ്രാണൻ ചൂടാകുകയാണോ? അങ്ങനെയുള്ള ആ കൂട്ടായ്മയ്ക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. പൗലോസ് പറയുന്നത്, യെരൂശലേമിലേക്ക് ഞാൻ പോകുമ്പോൾ അവിടെ ഹൃദയങ്ങളൊക്കെ തുറന്ന് അതവർക്ക് ഞാൻ കൊണ്ടുപോകുന്ന സഹായം അവർക്ക് പ്രസാദമായി തീരണം. മാത്രമല്ല, തിരിച്ചു വന്ന് സ്തോത്രം നിങ്ങളുടെ അടുത്ത് വന്ന് എൻ്റെ ഹൃദയം സ്തോത്രം, അതെ എൻ്റെ പ്രാണൻ തണുക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മെ സ്വീകരിക്കുകയും നമ്മളെ തണുപ്പിക്കുകയും ചെയ്യുന്ന കൂട്ടായ്മ, നമ്മളെ സ്വീകരിക്കുകയും നമ്മളെ തണുപ്പിക്കുകയും ചെയ്യുന്ന കൂട്ടായ്മ. പ്രാർത്ഥിച്ചോ, നിങ്ങളെ സ്വീകരിക്കണം, എന്നെ സ്വീകരിക്കണം, പകരം തണുപ്പിക്കണം. സ്വീകരിക്കണം, തണുപ്പിക്കണം. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്താണ്? സ്വീകരിക്കണം, തണുപ്പിക്കണം. എഫക്റ്റീവ് മിനിസ്ട്രി വെളിപ്പെടണം, എഫക്റ്റീവ് കൂട്ടായ്മ വെളിപ്പെടണം. എഫക്റ്റീവ് മിനിസ്ട്രി വെളിപ്പെടണം, എഫക്റ്റീവ് കൂട്ടായ്മ വെളിപ്പെടണം. അയ്യോ, സമയം പോയി. നമ്പർ 3, മൂന്നാമതായി പൗലോസ് പറയുന്നു, ദ ക്ലാരിറ്റി ഓഫ് ദ മെസ്സേജ്. ശുശ്രൂഷയുടെ വചനത്തിൻ്റെ ക്ലാരിറ്റി വെളിപ്പെടണം. എവിടെ എഴുതിയിരിക്കുന്നത്? എഫെസ്യർ ലേഖനം 6:19 തന്നെ ആദ്യം നമ്മൾ വായിച്ചതായ വാക്യം. എഫെസ്യർ 6:19, സംസാരിക്കേണ്ട വണ്ണം ഞാൻ സംസാരിപ്പാൻ. സ്തോത്രം. അതെ, ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാധിപതിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എൻ്റെ വായു തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടാൻ. എൻ്റെ ഓരോ പദം ഓരോ പ്രസംഗമാണ്. സ്തോത്രം. അതെ, സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ. അപ്പോൾ പൗലോസ് പറയുന്നത്, മൂന്നാമതായി പൗലോസ് പറയുന്നു, സംസാരിക്കേണ്ട വണ്ണം ഞാൻ സംസാരിക്കണം. അല്ലാതെ എന്തെങ്കിലും കുറച്ചെങ്കിലും സംസാരിച്ച് വിടണമെന്നല്ല. 15 മിനിറ്റ് കൂടെ സ്തോത്രം കഴിയുമ്പോൾ ഈ ബൈബിൾ സ്റ്റഡി തീരും. പക്ഷേ തുടർന്നുള്ള 15 മിനിറ്റും ഈ കഴിഞ്ഞ അരമണിക്കൂറും ഒക്കെ എങ്ങനെയായിരിക്കണം? കുറച്ച് വെറുതെ സമയം കളഞ്ഞു എന്നല്ല ആയിരിക്കേണ്ടത്. പകരം കേൾക്കേണ്ടത് കേൾക്കണമെങ്കിൽ പറയേണ്ടത് പറയാനും ജനം കേൾക്കേണ്ടത് കേൾക്കാനും സ്തോത്രം. അതെ, സംസാരിക്കേണ്ട വണ്ണം സംസാരിക്കണം. കുറച്ച് ശബ്ദമല്ല സുവിശേഷം, കുറച്ച് ബഹളമല്ല സുവിശേഷം, കുറച്ച് ബഹളം വെക്കുന്നതല്ല, കുറച്ച് നോയിസ് പൊല്യൂഷൻ അല്ല. പറഞ്ഞാൽ എന്തായിരിക്കണം? അത് ജനത്തിന് വിടുതലായിരിക്കണം. പറഞ്ഞാൽ എന്തായിരിക്കണം? അത് ജനത്തിന് അനുഗ്രഹമായിരിക്കണം. ഒത്തിരി ശബ്ദമുണ്ട്. യൂട്യൂബിൽ നിറയെ ശബ്ദമാണ്, ഫേസ്ബുക്കിൽ ഒത്തിരി ശബ്ദമാണ്. ഓക്കെ, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. പക്ഷേ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിച്ചാട്ടെ. എങ്ങനെയായിരിക്കണം? കുറച്ച് ശബ്ദമിടുന്നവരാകല്ല, പകരം പറയേണ്ടത് പോലെ പറവാൻ എല്ലാവരും ദൈവകൃപ വെളിപ്പെടട്ടെ.
പറയേണ്ടതുപോലെ പറയുവാൻ. എന്താണ് സുവിശേഷത്തിൻ്റെ മർമ്മം? പ്രാഗൽഭ്യത്തോടെ. ഈ പറയുന്നത് എന്താണ്? സുവിശേഷത്തിൻ്റെ മിസ്റ്ററി, സുവിശേഷത്തിൻ്റെ മർമ്മം. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, സുവിശേഷത്തിൻ്റെ മർമ്മം. ഒരിക്കൽ കൂടെ, സുവിശേഷത്തിൻ്റെ മർമ്മം, രഹസ്യം. എന്താണ് മർമ്മം എന്ന് പറഞ്ഞാൽ? ഉള്ള കാര്യം അതുള്ള കാര്യമാണ്, പക്ഷേ അത് മറച്ചിട്ടിരുന്നു. അതവിടെ ഉണ്ട്, അത് മറച്ചിട്ടിരുന്നു. ഒരു പ്രത്യേക ടൈം വരെ അത് മറച്ചിട്ടിരുന്നു. പക്ഷേ ആ മറയങ്ങ് എടുത്തു മാറ്റിയപ്പോൾ അത് വെളിപ്പെട്ട് വന്നു. നേരത്തെ ഉണ്ടായിരുന്നോ? പക്ഷേ അതെങ്ങനെ കിടന്നു? മറഞ്ഞു കിടന്നു. ആ മറ നീക്കിയപ്പോൾ അത് വെളിപ്പെട്ട് വന്നു. അതിൻ്റെ പേരാണ് മർമ്മം. നേരത്തെ ഉണ്ടായിരുന്നോ? പഴയ നിയമകാലത്ത് ഉണ്ടായിരുന്നോ? യെശയ്യാവിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നു, മോശയുടെ കാലത്ത് ഉണ്ടായിരുന്നു, പ്രവാചകന്മാരുടെ കാലത്ത് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കാലസമ്പൂർണത വന്നപ്പോൾ ആ രഹസ്യം അങ്ങ് വെളിപ്പെട്ടു. അപ്പൊ ക്രിസ്തു വന്നത്, സ്തോത്രം, അതെ, രഹസ്യങ്ങളെ മറച്ചിടാനല്ല, പകരം രഹസ്യങ്ങളെ നീക്കാനാണ്. അപ്പൊ ക്രൂശിന് മുമ്പ് ഇരുന്നവർക്ക് പലതും രഹസ്യമായിരുന്നു, അറിയത്തില്ലായിരുന്നു. എന്നാൽ ക്രൂശിന് ശേഷം പുതിയ നിയമത്തിൽ ജീവിച്ചപ്പോൾ, സ്തോത്രം, മിസ്റ്ററീസ്, അതെ, രഹസ്യം, ഹിഡൻ ട്രൂത്ത്, മർമ്മം, അത് വെളിപ്പെട്ടു വന്നു. പുതിയ നിയമത്തിൽ മർമ്മം എന്നെഴുതിയിരിക്കുന്ന 27 പോർഷനുണ്ട്. 27 സ്ഥലങ്ങളിൽ പുതിയ നിയമത്തിൽ മർമ്മം എന്നെഴുതിയിട്ടുണ്ട്. എന്നാൽ പഴയ നിയമത്തിൽ ഒരു പ്രാവശ്യം പോലും മർമ്മം എന്ന് എഴുതിയിട്ടില്ല. പഴയ നിയമത്തിൽ മർമ്മം ഉണ്ടെന്നേ അറിയത്തില്ല. മോശ ഉൾപ്പെടെയുള്ളതായ എത്രയോ പ്രവാചകന്മാരുണ്ടായിരുന്നിട്ട് മറഞ്ഞിരിക്കുന്ന ഒരു സത്യം ഉണ്ടെന്ന് അവർക്ക് ആർക്കും അറിയത്തില്ല. എന്നാൽ പുതിയ നിയമം വന്നപ്പോൾ ഇതാ കണ്ടുപിടിച്ചോ പറഞ്ഞു, ഇതൊരു മർമ്മമായിരുന്നു. സ്തോത്രം. കൊളംബസിന് കണ്ടുപിടിച്ചപ്പോഴാണ് മനസ്സിലായ, ഇതാ, സ്തോത്രം, ബഹമസ് കണ്ടുപിടിച്ചിരിക്കുന്നു. സ്തോത്രം. ഒരു ഭൂഖണ്ഡം കണ്ടുപിടിച്ചപ്പോൾ പറഞ്ഞു, ഓസ്ട്രേലിയ കണ്ടുപിടിച്ചപ്പോൾ, സ്തോത്രം, അദ്ദേഹം പറഞ്ഞാണ്, ഇതാ കണ്ടുപിടിച്ചിരിക്കുന്നു. ഐൻസ്റ്റീൻ ആ കാര്യം കണ്ടുപിടിച്ചപ്പോൾ E=12 യെസ്, കണ്ടുപിടിച്ചിരിക്കുന്നു. അതുവരെ എന്തായിരുന്നു? അത് രഹസ്യമായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്ത് ചെയ്തു? അത് കണ്ടുപിടിച്ചിരിക്കുന്നു. അപ്പോൾ സുവിശേഷത്തിന് ഇതുപോലെയുള്ള രഹസ്യമുണ്ട്. സുവിശേഷത്തിന് ഇപ്പോഴും രഹസ്യമുണ്ട്. ഉപദേശം കൃത്യമാണ്, വചനം സത്യമാണ്, വചനം മാറുന്നില്ല. വേറെ ഏതാണ്ട് ഒരു ദൂതൻ ഇറങ്ങി മറ്റൊരു റെവലേഷൻ നിങ്ങൾക്ക് തരും, ഇതല്ല ഞാൻ പറയുന്നത്. ദൈവവചനത്തിൽ മറഞ്ഞു കിടക്കുന്ന മണിമുത്തുകൾ ഇപ്പോഴുമുണ്ട്. ദൈവവചനത്തിൽ മറഞ്ഞിരിക്കുന്നതായ, സ്തോത്രം, ആത്മീയ ദൂതുകൾ ഇപ്പോഴുമുണ്ട്. ശംഖുമുഖത്ത് ചെന്ന് നിന്ന് തിര എണ്ണിയിട്ട് തിരിച്ചു വരല്ലേ. ശംഖുമുഖത്ത് ചെന്ന് നിന്ന് തിര എണ്ണിയിട്ട് തിരിച്ചു വരല്ലേ. അർത്ഥം, ചർച്ചയിൽ കയറി വന്നു, ആരൊക്കെ വന്നു, ആരൊക്കെ വന്നില്ല എന്ന് നോക്കിയിട്ടല്ല തിരിച്ചു വരേണ്ടത്. ഇത് കണ്ടു നിൽക്കുന്ന കാലങ്ങളല്ല, പകരം ഉൾക്കടലിലേക്ക് പോയി ഊളിയിട്ട് ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അകത്ത് കിടക്കുന്ന മുത്തിച്ചിപ്പികളെ നമുക്ക് തപ്പിയെടുപ്പാൻ കഴിയുന്നത് പോലെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വെളിപ്പെട്ടിട്ടില്ലാത്ത സുവിശേഷത്തിന് മിസ്റ്ററീസ് ഉണ്ട്, സുവിശേഷത്തിന് മർമ്മങ്ങളുണ്ട്. ഹല്ലേലൂയ. അതിനായി പരിശുദ്ധാത്മാവേ എന്നെ ആഴങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണമേ. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ യഥാർത്ഥ സുവിശേഷ പ്രസംഗം എന്ന് പറയുന്നത് എന്താണ്? മർമ്മങ്ങൾ വെളിപ്പെടുന്നു. ആ മർമ്മങ്ങളുടെ മറ്റൊരു പേരാണ് വെളിപ്പാട്. അതാണ് നിങ്ങളെ പണിയുന്നത്, എന്നെ പണിയുന്നത്. സ്തോത്രം, ദൈവിക വെളിപ്പാടുകളാണ് നിങ്ങളെ പണിയുന്നത്. നിങ്ങളെ പണിയുന്ന കുറച്ച് പാട്ടല്ല, പാട്ട് ആവശ്യം. നിങ്ങളെ പണിക്കുന്നത് ഏതോ പ്രവചനവും രോഗശാന്തിയും മാത്രമല്ല, കൃപാവനങ്ങൾ ഒത്തിരി ആവശ്യം. പക്ഷേ ദൈവത്തിൻ്റെ വചനമാണ് നിങ്ങളെ ദൈവകൃപയാൽ ബലപ്പെടുത്തുന്നത്, നിങ്ങളെ പണിയുന്നത്. അപ്പോൾ സുവിശേഷത്തിൻ്റെ മർമ്മം ബോൾനെസ്സോടെ അറിയിപ്പാൻ പൗലോസ് പറയുകയാണ്, എനിക്ക് എന്തോ വേണം? എനിക്ക് ബോൾനെസ് വേണം, ധൈര്യം വേണം. എനിക്ക് പ്രസംഗിപ്പാൻ എനിക്ക് ധൈര്യം വേണം. ധൈര്യം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? എത്ര നല്ല ദൂതാണെങ്കിലും ധൈര്യമില്ലെങ്കിൽ, സ്തോത്രം, ആ ദൂത് ഇൻഎഫക്റ്റീവായിരിക്കും. ധൈര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ പ്രസംഗിക്കാൻ തക്കോണം കഴിയത്തില്ല. ഞാൻ എൻ്റെ ആദ്യത്തെ പ്രസംഗം ഓർക്കുന്നു. എൻ്റെ ആദ്യത്തെ പ്രസംഗം 18ാമത്തെ വയസ്സിൽ മുമ്പ്, 18 ഓൾമോസ്റ്റ് ആവുന്നേ ഉള്ളൂ, അന്നാണ് ഞാൻ പ്രസംഗിച്ചത്. സ്തോത്രം. അന്ന് ഞാൻ തീരുമാനിച്ചു ഇനി പ്രസംഗിക്കത്തില്ല. എൻ്റെ പാസ്റ്റർ എന്നോട് പറഞ്ഞു, സുരേഷേ, ഞാൻ 2 ആഴ്ച കാണത്തില്ല, അടുത്ത ഞായറാഴ്ച കാണത്തില്ല, ഈ ആഴ്ച ഒരു 15-20 മിനിറ്റ് നീ വചനം പറയണം. അയ്യോ, സ്തോത്രം. 15-20 മിനിറ്റ് വചനം പറയുന്നു പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. സ്തോത്രം. അപ്പോൾ ഞാൻ അന്നൊക്കെ ചർച്ചയിൽ വരുമ്പോൾ എപ്പോഴും നോട്ട്ബുക്കും ബൈബിളുമായിട്ടേ വരത്തുള്ളൂ.
ഇന്നാണ് സ്തോത്രം എല്ലാവർക്കും ഫോണിൽ ഇങ്ങനെ സംഘടിപ്പിച്ച് കൊടുത്തിരിക്കുന്നത്. നിങ്ങളെല്ലാവരും നോക്കി ഞാൻ പറയുന്നു, നിങ്ങൾ ചർച്ച വരുമ്പോൾ കയ്യിൽ ബുക്ക് ഉണ്ടായിരിക്കണം. ബുക്ക് ഫേസ്ബുക്കല്ല, ഈ ബുക്ക് ഫെയ്ത്ത് ബുക്ക്. ഫേസ്ബുക്കുമായിട്ട് ചർച്ചിലല്ല വരേണ്ടത്, ഫെയ്ത്ത് ബുക്ക്, ഈ പുസ്തകമായിട്ട് ആണ് വരേണ്ടത്. നിങ്ങൾ ആരാണെങ്കിലും. ആമേൻ, സ്തോത്രം. ആരും മിണ്ടത്തില്ല, എല്ലാവരും തുറച്ചു നോക്കി. അടുത്ത ആഴ്ച വരത്തില്ലായിരിക്കും. ഐ വോണ്ട് കെയർ. ഹല്ലേലൂയ. കാരണം ആളെ കൂട്ടുന്നതല്ല എൻ്റെ പരിപാടി. അതുകൊണ്ട് കയ്യിൽ എന്തോ ഉണ്ടായിരിക്കണം. ഞാനൊന്ന് പോകുമ്പോൾ സ്തോത്രം ബൈബിൾ ഉണ്ടായിരിക്കും, നോട്ട് ബുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ പാസ്റ്റർ ഇങ്ങനെ 20 മിനിറ്റ് 15 മിനിറ്റിൽ കുറയാതെ വചനം പറയണമെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും വലിയ നല്ലൊരു ബുക്ക് ഞാൻ മേടിച്ചു. സ്തോത്രം 20 മിനിറ്റ് പറയാനായിട്ട് നമ്മളങ്ങ് എഴുതി. 2 ആഴ്ച എനിക്ക് സമയമുണ്ടായിരുന്നു. 4 ദിവസം ആയപ്പോഴേക്കും ഒരു ബുക്ക് അങ്ങ് നിറഞ്ഞു. പിന്നെ അടുത്ത ബുക്ക് എടുത്തു. അടുത്ത ബുക്ക് ഏകദേശം നിറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഒരു 2 മാസം പ്രസംഗിക്കാനുണ്ട്. 2 മാസം പ്രസംഗിക്കാനുണ്ട്. പക്ഷേ ഞായറാഴ്ചയായി, പാട്ടും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു, സാക്ഷ്യം കഴിഞ്ഞു. പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ ആ കുഞ്ഞുവാമ്പ്രതൻ്റെ മുഖഭാവവും ആ ജോർജ് കുട്ടിയുടെ ഉണ്ട കണ്ണും ആ തോമാച്ചൻ്റെ തുറിച്ചു നോട്ടും ഒക്കെ കണ്ടപ്പോഴേക്കും നമ്മുടെ ഗ്യാസ് ഔട്ടായി, നമ്മളുടെ ബോൾഡ്നെസ് പോയി, നമ്മുടെ ധൈര്യം ചോർന്നു പോയി. 20 മിനിറ്റ് പാസ്റ്റർ പ്രസംഗിക്കാമെന്ന് പറഞ്ഞ ഞാൻ 2.5 മിനിറ്റ് കൊണ്ട് പരിപാടി തീർന്നു. അത് ലാൻഡിങ് അല്ല, ക്രാഷ് ലാൻഡിങ് ആയിരുന്നു. അന്ന് തീരുമാനിച്ചു ഇനി മേലാൽ പ്രസംഗിക്കത്തില്ല. പാസ്റ്റർ വരാൻ ഞാൻ കാത്തിരുന്നു. നേരെ സ്തോത്ര ബസ് സ്റ്റാൻഡിൽ പോയി പാസ്റ്റർ വരുന്ന ദിവസം ഞാൻ പാസ്റ്റർ അടുത്ത് പറഞ്ഞു, അത് ഭയങ്കര ഡിസാസ്റ്റർ ആയിരുന്നു, ഭയങ്കരമായിട്ടത് പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു, നീ ധൈര്യമില്ലായിരുന്നു മോൻ, ധൈര്യമില്ലായിരുന്നു. അതുകൊണ്ട് നീ ചിന്തിക്കേണ്ട കാര്യം, പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോൾ നീ ചിന്തിക്കേണ്ടത് ഈ മുന്നിലിരിക്കുന്ന എല്ലാവരും മണ്ടന്മാരാണ്, നീ മാത്രമാണ് ബുദ്ധിമാൻ. ഞാൻ ഇന്ന് ദയവായി അങ്ങനെ ചിന്തിക്കുന്നില്ല. നിങ്ങൾ എന്നെക്കാളും നല്ല ബുദ്ധിമാന്മാരാണ്. സ്തോത്രം. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. സ്തോത്രം. പാസ്റ്റർ പറഞ്ഞു, ബാക്കിയുള്ള ആർക്കും ബുദ്ധിയില്ല. ഞാൻ ഇങ്ങനെ പറയട്ടെ, ബാക്കിയുള്ളവർക്ക് നാവില്ല, നിനക്ക് മാത്രമേ നാവുള്ളൂ, ബാക്കിയുള്ളവർക്ക് ചെവിയേ ഉള്ളൂ. സ്തോത്രം. അർത്ഥം ധൈര്യമുണ്ടെങ്കിൽ മാത്രമേ നിന്റെ ദൂത് എഫക്റ്റീവായി നിനക്ക് കൺവേ ചെയ്യാൻ കഴിയത്തുള്ളൂ. ധൈര്യം, ദൈവിക ധൈര്യം. അത് സൈക്കോളജിസ്റ്റ് തരുന്ന ധൈര്യമല്ല, ദൈവിക ധൈര്യം. എവിടെയായാലും ഒരു വൈവേ ആകട്ടെ, ഒരു ഇൻ്റർവ്യൂ ആകട്ടെ, ഇൻ ജീസസ് നെയിം ദൈവത്തിൻ്റെ ധൈര്യത്തോടെ പറവാൻ, ധൈര്യത്തിൻ്റെ ശബ്ദമായിരിക്കണം നിങ്ങളുടെ ശബ്ദം. യേശുവിൻ നാമത്തിൽ വേറെ ആർക്കുമില്ലാത്ത ദൈവിക ധൈര്യം നിങ്ങളിലൂടെ വെളിപ്പെടട്ടെ. പൗലൂസിൻ്റെയും ബർന്നബാസിൻ്റെയും ധൈര്യം കണ്ടിട്ട്, പൗലൂസിൻ്റെയും ശീലാസിൻ്റെയും ധൈര്യം കണ്ടിട്ട് എന്നൊക്കെ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. സോ പൗലൂസ് പറയുന്നു, സ്തോത്രം, ധൈര്യത്തോടെ ഞാൻ പ്രസംഗിക്കണം. പൗലൂസ് വായു തുറക്കുമ്പോൾ ഒരു കോംപ്രമൈസിങ് ടോക്കല്ല പുറപ്പെടുന്നത്, പകരം ദൈവത്തിൻ്റെ കൃപയാൽ ധൈര്യത്തിൻ്റെ ശബ്ദമാണ് പുറപ്പെടുന്നത്. അതിനുവേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സുവിശേഷത മാർമ്മം വെളിപ്പെടണം. ബോൾഡ്നെസ്സോടെ ഞാൻ പ്രസംഗിക്കണം. ഞാൻ വാ തുറക്കപ്പെടുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടണം. എക്സാക്ട്ലി ഇതേ പ്രയർ റിക്വസ്റ്റ് തന്നെ കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 3-4 വാക്യത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതേ കാര്യം തന്നെ. ഞാൻ വാ തുറക്കത്തേ ഉള്ളൂ. ഞാൻ വാ തുറക്കുമ്പോൾ വചനത്തിൻ്റെ വാതിൽ തുറക്കണം. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്തോ തുറക്കണം? വചനത്തിൻ്റെ വാതിൽ തുറക്കണം. കർത്താവേ കർത്താവേ കർത്താവേ, എമിറേറ്റ്സിൻ്റെ വാതിൽ തുറക്കണമേ, എത്തിഹാദിൻ്റെ വാതിൽ തുറക്കണമേ, UAE വാതിൽ തുറക്കണമേ, ഖത്തറിൻ്റെ വാതിൽ തുറക്കണമേ, മറ്റ് രാജ്യങ്ങളെ വാതിൽ തുറക്കണമേ എന്നൊക്കെ പറഞ്ഞാണ് ഈ ദിവസങ്ങൾ ഒത്തിരി പ്രാർത്ഥന പറയുന്നത്. പക്ഷേ സ്തോത്രം, ഞാൻ പറയുന്ന രാജ്യങ്ങളെയും ബിസിനസ്സിൻ്റെയും സമ്പത്തിൻ്റെയും മാത്രമല്ല, വചനത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുമാറാകട്ടെ. വചനത്തിൻ്റെ വാതിൽ തുറക്കപ്പെടട്ടെ. വചനത്തിൻ്റെ വാതിൽ തുറക്കുക എന്ന് പറഞ്ഞാൽ, സ്തോത്രം, പറയുന്നവന് വചനം ദൈവം നൽകുന്നെങ്കിൽ കേൾക്കുന്നവരുടെ ഹൃദയത്തെയും ദൈവം തുറക്കും. ആമേൻ. പറയുന്നവൻ്റെ വായിൽ വചനം തരുമ്പോൾ ആ വചനം നിലത്ത് വീഴാൻ ദൈവം സമ്മതിക്കോ? നോവേ. വചനം, സ്തോത്രം, ഹിമം പോലെ, മഴ പോലെ, അതൊരിക്കലും വൃഥാമായി മടങ്ങി പോകത്തില്ല. സ്തോത്രം, അയച്ച വചനം, that word never return void, even tonight it will accomplish the purpose of God. അത് ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുത്തുമെന്ന ക്രമത്തിൽ സഹോദരന്മാരെ, പറയുന്ന വചനം നല്ല ഹൃദയങ്ങളിൽ ദൈവകൃപയാൽ സ്തോത്രം വെളിപ്പെടുക തന്നെ ചെയ്യും. അങ്ങനെയാണ് സ്തോത്രം വേദപുസ്തകം പറയുന്ന അപ്പോസ്തല പ്രവൃത്തി 16-14 നിങ്ങൾ വായിക്കുമ്പോൾ ലുദിയായുടെ ഹൃദയം തുറന്നു. ലുദിയായുടെ ഹൃദയം തുറന്നത് കാർഡിയോളജിസ്റ്റിന് കാണാനല്ല. ലുദിയായുടെ ഹൃദയം തുറന്നത് സ്തോത്രം പൗലൂസ് പറഞ്ഞതായ, പുഴവക്കത്ത് നിന്ന് പൗലൂസ് പറഞ്ഞതായ ആ വചനം സ്വീകരിപ്പാൻ ഹൃദയം തുറന്നു. വായിൽ വചനമുണ്ടെങ്കിൽ ലക്ഷങ്ങളുടെ ഹൃദയം ഈ തലമുറയിലും തുറക്കപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. അവർ ഡൽഹിയിലാകട്ടെ, UP-യിലാകട്ടെ, കാശ്മീരിലാകട്ടെ, ലോകത്തിൻ്റെ ഏത് കോണിൽ
ചാനലിലാണെങ്കിലും ഈ ജീസസ് നെയിം, യേശുവിനെ കുറിച്ച് ഇതുവരെ കേൾക്കാത്തവർ, കാൽവരിയിൽ നടന്നത് ഇതുവരെ അറിയാത്തവർ, അവിടെ ഹൃദയങ്ങൾ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. വിശ്വസിക്കുന്നവർ അത് കണ്ട് രണ്ട് കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹൃദയങ്ങൾ തുറക്കുന്നു, ഹൃദയങ്ങൾ തുറക്കുന്നു, ഹൃദയങ്ങൾ തുറക്കുന്നു. ആ പുഴവക്കത്ത് ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. സ്തോത്രം. അതേ, ലുദിയായുടെ ഹൃദയം തുറന്നു എന്ന് പറയുന്ന ആ സ്ഥലത്ത്, ഗ്രീസിൽ ഇന്നും ആ സ്ഥലമുണ്ട്. അവിടെ മുഴുവൻ മന്ത്രവാദ പുരകളൊക്കെ ആയിരുന്നു. സ്തോത്രം. അതേ, പേഗൻ വർഷിപ്പ് കൊണ്ട്, വിഗ്രഹാരാധന കൊണ്ട് നിറയപ്പെട്ടിരുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് പൗലൂസ് സ്തോത്രം ഒരു സിമ്പിൾ മനുഷ്യൻ കയറിപ്പോയി ഇറങ്ങിപ്പോയി ആ പുഴവക്കത്തിരുന്ന ദൈവവചനം പറഞ്ഞത്. അവിടെയാണ് ലുദിയ സ്നാനപ്പെട്ടെന്ന് പാരമ്പര്യപ്രകാരം സ്തോത്രം അതേ വിശ്വസിക്കപ്പെടുന്നത്. അവിടെ ഉണ്ടായിരുന്നതായ അന്യാരാധന കേന്ദ്രങ്ങൾ മുഴുവൻ അടക്കപ്പെട്ടിട്ട് ലുദിയ യൂറോപ്പിലെ ആദ്യത്തെ സ്തോത്ര വിശ്വാസിയായ ദൈവകൃപയാൽ കടന്നു വന്നു. പിൽക്കാലത്തെ ക്രിസ്ത്യാനിയുടെ തലസ്ഥാനമെന്ന് യൂറോപ്പ് പിടിക്കപ്പെട്ടതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആദ്യത്തെ കൺവെർട്ട്, ആദ്യമായി സ്തോത്രം ദൈവകൃപയിലേക്ക് വന്നത് ആരാണ്? ലുദിയയുടെ ഹൃദയത്തെ ദൈവം തുറന്നു. ലുദിയയുടെ ഹൃദയത്തെ തുറന്ന ദൈവത്തിന്, ഒരു വ്യക്തിയുടെ ഹൃദയത്തെ തുറന്ന ദൈവത്തിന് നോർത്ത് കൊറിയയെ തുറക്കാൻ കഴിയും. ഒരിക്കൽ കൂടെ, നിങ്ങൾക്ക് മനസ്സിലായില്ല? ഒരു വ്യക്തിയുടെ ഹൃദയത്തെ ദൈവം തുറന്നെങ്കിൽ ഒരു രാജ്യത്തെ തുറക്കാൻ ദൈവത്തിന് കഴിയുമെന്ന്. ഒരു വ്യക്തിയുടെ ഹൃദയത്തെ തുറന്ന കർത്താവിന് സാമ്രാജ്യങ്ങളെ തുറക്കാൻ കഴിയും. സൗദി അറേബ്യയെ തുറക്കാൻ കഴിയും. ഓ ഹല്ലേലൂയ, ഇൻ ജീസസ് നെയിം. ഈ കാലഘട്ടത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ഒരു രാജ്യം പോലും അടഞ്ഞു കിടക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ജനകോടികളെ ഹൃദയങ്ങൾ ദൈവകൃപയാൽ തുറക്കപ്പെടുമാറാകട്ടെ. അതുകൊണ്ട് പ്രാഗൽഭ്യത്തോടെ സംസാരിപ്പാൻ, എന്ത് സംസാരിപ്പാൻ? സുവിശേഷത്തിന് മർമ്മം സംസാരിപ്പാൻ, സുവിശേഷത്തിന് മിസ്റ്ററി സംസാരിപ്പാൻ, ധൈര്യത്തോടെ സംസാരിപ്പാൻ കർത്താവിൻ്റെ ആത്മാവ് സ്തോത്രം അതേ ചലിക്കുമാറാകട്ടെ. പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. രണ്ട് കാര്യം കൂടെ 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. 2 കൊരിന്ത്യർ ലേഖനം സ്തോത്രം 11-ാം അധ്യായം, 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. 4ാമത് പൗലൂസ് താൻ പ്രാർത്ഥന ചോദിക്കുന്ന 4ാമത്തെ കാര്യം എന്താണ്? 1 എഫക്റ്റീവ് മിനിസ്ട്രിക്ക് വേണ്ടി, 2 ആത്മീയ കൂട്ടായ്മയ്ക്ക് വേണ്ടി, 3 ദൈവവചനത്തിൻ്റെ ക്ലാരിറ്റിക്ക് വേണ്ടി. 4ാമത് പൗലൂസ് ചോദിക്കുന്നത് പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. പൗലൂസ് ചോദിക്കുന്നത് സംരക്ഷണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സംരക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 25 മുതൽ സ്തോത്രം 28 വരെയുള്ള വാക്യങ്ങൾ. കാര്യം പൗലൂസ് മിക്കവാറും ഡേഞ്ചറിലായിരുന്നു. പൗലൂസിൻ്റെ സ്തോത്രം ഒരു റെസ്യൂമി ഞാൻ വായിക്കട്ടെ. എന്താ റെസ്യൂമി? ബയോഡേറ്റ, റെസ്യൂമി. എന്തുകൊണ്ടാണ് പൗലൂസിനെ ദൈവം ഇങ്ങനെ ഉപയോഗിച്ചത്? സ്തോത്രം. എന്നാൽ പൗലൂസിൻ്റെ റെസ്യൂമി നിങ്ങളുടെ ചർച്ചിൽ പൗലൂസ് ഇതാ സ്തോത്രം ശുശ്രൂഷയ്ക്കായി വരുന്നതെന്ന് വിചാരിക്കുക. 3 വർഷം പൗലൂസിനെ പാസ്റ്ററായി ഇരുത്തണമെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഈ പരിപാടി ഇന്ന് ചിലയിടത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ സ്തോത്രം ചില രാജ്യങ്ങളിൽ ഇത് ഇങ്ങനെയേ നടക്കത്തുള്ളൂ. അവരിങ്ങനെ ചുറ്റും ഇരിക്കുന്ന കുറച്ച് സ്തോത്രം ചർച്ചിൻ്റെ കുറച്ച് മുതലാളിമാർ, കുറച്ച് ഡീക്കന്മാരിരിക്കും. ആ ചർച്ചിൻ്റെ ഡീക്കന്മാർ അവർ പറയുന്നത് ഇവിടെ നടക്കത്തുള്ളൂ. ഈ കുളം കലക്കിയ ദൂതൻ വന്നാലും അവിടെ കയറണമെങ്കിൽ അവരുടെ അനുവാദം ഉണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. കുളം കലക്കിയ ഏത് കുളം? മറ്റേ സ്തോത്രം ബെഥസ്ദാ കുളം കലക്കിയ ദൂതൻ വരണമെങ്കിലും ഈ അച്ചാച്ചന്മാർ പറഞ്ഞാൽ മാത്രമേ അവരെ സ്തോത്രം കയറി വരാൻ പറ്റുള്ളൂ. കാരണം അത് ഞങ്ങളുടെ ചർച്ചാണ്. സ്തോത്രം. സോ പൗലോസ് അവിടെ ശുശ്രൂഷിപ്പാൻ 3 വർഷം, 1 വർഷം പിതാവിന്, 2ാമത്തെ വർഷം പുത്രന്, 3ാമത്തെ വർഷം പരിശുദ്ധാത്മാവിന്. റൈറ്റ്. സ്തോത്രം. അങ്ങനെ പൗലൂസ് അവിടെ അങ്ങനെ ഇൻ്റർവ്യൂ ചെയ്ത് എടുക്കുന്ന സഭകളുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഇൻ്റർവ്യൂ ചെയ്യുന്നത് എവിടെയാണ്? കമ്പനികളാണ് ഇൻ്റർവ്യൂ ചെയ്ത ആൾക്കാരെടുക്കുന്നത്. അവരുടെ പഞ്ചായത്തിൽ പോലും പരിശുദ്ധാത്മാവില്ല. കാരണം സ്തോത്രം മനുഷ്യൻ ഇൻ്റർവ്യൂ ചെയ്ത് ഇരുത്തുന്നത് കമ്പനിയെങ്കിൽ ദൈവം അയച്ചിട്ട് വരുന്നതിൻ്റെ പേരാണ് ദൈവസഭ. മനുഷ്യൻ വിളിച്ച് ഇരുത്തുന്നത് കമ്പനിയെങ്കിൽ ദൈവമയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. ദൈവമയച്ചിട്ട് വരുന്നതിൻ്റെ പേരാണ് സ്തോത്രം ദൈവസഭ. മനസ്സിലായ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. അങ്ങനെ പൗലൂസ് വരികയാണെങ്കിൽ പൗലൂസിൻ്റെ റെസ്യൂമി സ്തോത്രം അതേ പൗലൂസിൻ്റെ റെസ്യൂമി വായിച്ചു നോക്കിയാൽ പൗലൂസ് പറയും 3 വട്ടം കോലിനാൽ അടികൊണ്ട്, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, 1 രാപകൽ വെള്ളത്തിൽ കഴിച്ചു. അതെ, ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്. നിങ്ങൾ കേട്ടോ? കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, കള്ള
സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറപ്പളിപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി. പലവട്ടം പട്ടിണി എന്നതിന് ചില ട്രാൻസ്ലേഷൻ പറയുന്നു പലവട്ടം സ്തോത്രം, അതെ, ഫാസ്റ്റിംഗ്, പലവട്ടം ഫാസ്റ്റിംഗ് എന്ന് എഴുതിയിരിക്കുന്നു. പലവട്ടം പട്ടിണി, ശീതം, നഗ്നത, 28 വാക്യം എന്നീ അസാധാരണ സംഗതികൾ ഒക്കെയും കൂടാതെ ഇതെല്ലാം ശരീരത്തിൽ അനുഭവിക്കുന്നതാണ്. ഇനി മനസ്സിൽ അനുഭവിക്കുന്നത് പറയുന്നു, എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുണ്ട്. ഇതാണ് പൗലോസിന്റെ റെസ്യൂമി. സ്തോത്രം. പൗലോസിന്റെ ബയോഡേറ്റ എന്ന് പറയുന്നത് ഇതാണ്. സുവിശേഷത്തിന് വേണ്ടി സ്തോത്രം താൻ ഇത്രയും കഷ്ടപ്പെടുന്നു. നാട്ടിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കള്ള സഹോദരന്മാരുള്ള ആപത്ത്, സ്തോത്രം, അതെ, കരയിലെ ആപത്ത്, കടലിലെ ആപത്ത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ എൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി പ്രാർത്ഥിപ്പിൻ. റോമാലേഖനം 15:30. റോമാലേഖനം 15:30 പൗലോസ് പറയുന്നു, എൻ്റെ സംരക്ഷണയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. എവിടെയും സ്തോത്രം എനിക്ക് ഡേഞ്ചറാണ്, എവിടെയും എനിക്കെതിരെ ട്രാപ്പ് ഒരുക്കിയിട്ടുണ്ട്, എന്നെ കൊടുക്കാൻ ട്രാപ്പ് ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? എന്നെ സ്തോത്രം, അതെ, എൻ്റെ സംരക്ഷണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നാൽ സഹോദരന്മാരെ, യഹൂദിയിലെ അവിശ്വാസികളെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കേണ്ടതിന് അവൻ്റെ പ്രാർത്ഥന ആണ്. നമ്മൾ ഓൾറെഡി വായിച്ചതാണത്. എന്നാൽ സഹോദരന്മാരെ, യഹൂദിയിലെ അവിശ്വാസികളെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കേണ്ടത്. ആ വിശ്വാസി എന്ന് പറയുന്ന യഹൂദിയരാണ്. അവർ സുവിശേഷത്തിൽ വിശ്വസിക്കാത്തവരാ, മെസ്സിയാകുന്ന യേശുവിനെ അംഗീകരിക്കാത്തവരാ, അവർ ആദിമസഭയെ പീഡിപ്പിക്കുന്നവരാ, അവർ സ്തെഫാനോസിനെ കൊന്നവരാണ്. സോ അവരുടെ കയ്യിൽ നിന്ന്, ദുഷ്ട മനുഷ്യരുടെ കയ്യിൽ നിന്ന് എന്നെ സംരക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിപ്പൻ. വീണ്ടും ഒരു വാക്യം കൂടെ, 2 തെസ്സലോനിക്കർ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം. 2 തെസ്സലോനിക്കർ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യം. 2 തെസ്സലോനിക്കർ 3:2. വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെടുവാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പൻ. കേട്ടോ, വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെടാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിപ്പിൻ. ഇന്നും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായ ഒരു പ്രാർത്ഥനയാണ്. നിങ്ങളുടെ അയൽവാസികളായി, നിങ്ങളുടെ പഴയ പരിചയക്കാരായി, പുതിയ പരിചയക്കാരായി, ബന്ധുക്കളായിട്ട് ഒക്കെ ദുഷ്ടന്മാരായ മനുഷ്യരുണ്ട്. അവർ നിങ്ങൾക്കെതിരെ കടികളുണ്ടാക്കും, നിങ്ങൾക്കെതിരെ പ്രശ്നമുണ്ടാക്കും. ചർച്ചിനകത്ത് ഉണ്ടായിരിക്കാം ദുഷ്ടന്മാരായ മനുഷ്യർ. അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ വിടുവിക്കപ്പെടുവാനും അതിനുവേണ്ടി ദൈവത്തിൻ്റെ സംരക്ഷണയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ സംരക്ഷണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം സംരക്ഷിക്കണമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. കൊറോണയിൽ നിന്ന് ദൈവം സംരക്ഷിക്കട്ടെ, ക്യാൻസറിൽ നിന്ന് ദൈവം സംരക്ഷിക്കട്ടെ, ഓപ്പറേഷനിൽ ദൈവം സംരക്ഷിക്കട്ടെ, മാരക രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. കാരണം നിങ്ങൾ ഞാൻ തുറന്ന വയലല്ല, കെട്ടിയടച്ച തോട്ടമാണ്. കെട്ടിയടച്ച തോട്ടമാണെങ്കിൽ യജമാനൻ നമ്മെ സംരക്ഷിക്കുന്നവനാണ്. ഇന്ത്യൻ ചർച്ചിൽ നിന്ന് ഏറ്റവും അധികമായി ഞാൻ മാനിക്കുന്നതായ ധാരാളം ദേവദാസന്മാരുണ്ട്. അതിലൊരാളാണ് ബ്രദർ SR മനോഹർ. അമേസിങ് മാൻ ഓഫ് ഗാഡ്. ഭയങ്കരമായി ദൈവകൃപയുടെ ഔന്നിത്യം കണ്ടു ജീവിക്കുന്ന ഒരാളാണ് ബ്രദർ SR മനോഹർ. അദ്ദേഹം ഈ പ്രദേശങ്ങളിലുള്ള ഏറ്റവും വലിയ മീറ്റിങ്ങിന്, ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ യോഗങ്ങളിലൊക്കെ ഓടി നടന്ന വ്യക്തിയാണ്. പക്ഷേ ഇന്ന് താൻ പറയുന്നത് എനിക്ക് ക്രൗഡ് വേണ്ട, പോപ്പുലാരിറ്റി വേണ്ട എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ മെച്യൂരിറ്റിയിൽ ജീവിക്കുന്ന ഒരു ദേവദാസനാണ് SR മനോഹർ. SR മനോഹർ എന്ന് പറയുന്ന ദേവദാസൻ നോർത്ത് ഇന്ത്യയിലെ രാജസ്ഥാനോ നോർത്ത് ഗുജറാത്തോ മറ്റുമാണ് ഒരു സ്ഥലത്ത് സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി ഇങ്ങനെ കടന്നുപോയി. അദ്ദേഹം അങ്ങനെ ആയിരിക്കുമ്പോഴേക്കും സ്തോത്രം 150ഓളം ആൾക്കാരിതാ വടിവാളും അതുപോലെ തടിയും ഒക്കെ ആയിട്ട് അവിടെ വാഹനത്തെ വളഞ്ഞു. എല്ലാവരും വിചാരിച്ചു തീർന്നു, SR മനോഹർ നോമോ, അദ്ദേഹം അവരെ കൊല്ലപ്പെടും. കാരണം രാഷ്ട്രീയ സപ്പോർട്ട് എല്ലാം സഭയ്ക്ക് എതിരായിരിക്കുന്ന ഒരു ഘട്ടമാണ്. സോ സ്തോത്രം, ആ SR മനോഹർ ഉൾപ്പെടെയുള്ള അവർ വിചാരിച്ചു ഇത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാന സമയമാണ്. അവരിങ്ങനെ വളഞ്ഞ് സ്തോത്രം ഈ ആയുധധാരികളാൽ, സുവിശേഷ വിരോധികളാൽ 150ഓളം ആൾക്കാരാൽ വളയപ്പെട്ട് നിൽക്കുമ്പോൾ എവിടെ നിന്നറിയത്തില്ല പെട്ടെന്ന് സൈറണൊക്കെ ഇട്ട് ഒരു പോലീസ് വാൻ വന്നു. ആ പോലീസ് വാൻ വന്ന് നിന്നതും ഈ 150 പേർ ചെതറി ഓടി. അത്ഭുതകരമായി സ്തോത്രം. ആ പോലീസുകാരെ പറഞ്ഞു ഞങ്ങളെ ഫോളോ ചെയ്യുമെന്ന് പറഞ്ഞ്, ആ വണ്ടിയിൽ നിന്ന് അവർ ഇറങ്ങിയില്ല, ഞങ്ങളെ ഫോളോ ചെയ്യുമെന്ന് പറഞ്ഞ് സ്തോത്രം, അതെ, പോലീസ് വാൻ മുന്നിൽ പോയി, ഇവർ പിന്നിൽ പോയി. അവിടെ നിന്ന് ഒത്തിരി യാത്ര ചെയ്ത് 50-55 കിലോമീറ്റർ യാത്ര ചെയ്ത് ഒരു ടൗണിൽ അവരെത്തി. അവിടെ വലിയൊരു ടൗണാണ്, 10,000-കണക്കിന് ആൾക്കാർ അവിടെയുണ്ട്. ആ സ്തോത്രം ഒരു വളവ് ഇങ്ങനെ തിരിഞ്ഞു. ആ വളവ് തിരിഞ്ഞു പോലീസ് വാൻ പോകുന്നതുകൊണ്ട് ആ വളവ് അവർ റൈറ്റിലേക്ക് തിരിഞ്ഞു. അവിടെ നല്ല തിരക്കാണ്. പോലീസ് വാൻ്റെ കൂടെ അവർക്ക് എത്താൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും അവർ അവിടെ നിന്ന് സ്തോത്രം അവിടെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. അവരിപ്രകാരം പറഞ്ഞു, ഞങ്ങൾ ഇന്ന സ്ഥലത്തായിരുന്നു. ഉടനെ ആ പോലീസുകാർ പറഞ്ഞു, നിങ്ങൾ ആരാ പറഞ്ഞത് അവിടെ പോകാൻ? ഇവിടെ ഭയങ്കര പ്രശ്നമാണ്, അവിടെ നിങ്ങൾ പോയി ജീവനോടെ വരത്തില്ലല്ലോ, പിന്നെ എന്താ നിങ്ങൾ അവിടെ പോയത്? അവിടെ പോകുന്ന ഭയങ്കര റിസ്ക്കാണ്, പിന്നെ ആരാ നിങ്ങളവിടെ എത്തിച്ചെന്ന് ആ പോലീസുകാർ ഭയങ്കര അത്ഭുതകരമായിട്ട് ചോദിച്ചു. അപ്പോൾ ഞങ്ങളിവിടെ എത്തിച്ചേ നിങ്ങളുടെ ജീപ്പാണ്,
ഉടനെ അവർ പറഞ്ഞു, ഞങ്ങളെ ജീപ്പ് പുറത്തൊന്നും ഇറങ്ങിയില്ലല്ലോ. സ്തോത്രം. അല്ല, നിങ്ങളുടെ ജീപ്പാണ് വന്നു, ഒരു പോലീസ് ജീപ്പ് വന്നു. ഉടനെ അവർ വയർലെസ് സന്ദേശം കൊടുത്തു ആ പ്രദേശം മുഴുവൻ. സ്തോത്രം. അത് ഏത് ജീപ്പാണ് പോയത്? പക്ഷെ അങ്ങനെ ഒരു ജീപ്പ് അതുവഴി വന്നതേയില്ല. അങ്ങനെ ഒരു ജീപ്പ് അതുവഴി വന്നിട്ടേയില്ല. സ്തോത്രം. അതേ എന്തുവാ അതിൻ്റെ കൺട്രോൾ യൂണിറ്റ് അതിൻ്റെ ചീഫ് പറയുകയാണ്, അങ്ങനെ ഒരു വണ്ടി അതുവഴി വന്നിട്ടേ ഇല്ല. അർത്ഥം ഇന്നും തിരുവനന്തപുരത്തിൻ്റെ തെരുവിലൂടെ, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന തെരുവിലൂടെ ഇന്നും നിങ്ങളെ സംരക്ഷിപ്പാൻ ലോക്കൽ പോലീസുകാരല്ല, പകരം ശക്തന്മാരായ ദൂതന്മാർ ഇന്നും നടന്നുകൊണ്ടേയിരിക്കുന്ന. നിന്റെ കാക്കുവാന്ത കൊണ്ട് നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ സ്തോത്രം അവർ നിന്റെ കൈകളിൽ വഹിച്ചുകൊള്ളും. ആരാണ്? ദൈവത്തിൻ്റെ ദൂതന്മാർ. കർത്താവ് സംരക്ഷിക്കുന്നവനാണ്. അതുകൊണ്ട് സ്തോത്രം പൗലോസ് ചോദിക്കുന്നത് തൻ്റെ പേഴ്സണൽ പ്രൊട്ടക്ഷൻ അല്ല ചോദിക്കുന്നത്, തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി താൻ ചോദിക്കുന്നു. താൻ ഉണ്ടെങ്കിലേ ശുശ്രൂഷയുള്ളൂ. പലർക്കും ശുശ്രൂഷ മാത്രം മതി. അവൻ പോകുന്നെങ്കിൽ വേറൊരു തന്നെ കിട്ടും, ആ ബ്രദർ പോകുന്നെങ്കിൽ വേറെ ബ്രദറെ നമ്മൾ ഇറക്കാം, നമ്മളെ മറ്റേ അണ്ണ ഇതാ റെഡിയായിരിക്കും. നോ, സ്തോത്രം. പൗലോസ് പറയുന്നത് അങ്ങനെയല്ല. പൗലോസ് ചോദിക്കുന്നത് തൻ്റെ പേഴ്സണൽ പ്രൊട്ടക്ഷൻ അല്ല പൗലോസ് ചോദിക്കുന്നത്, പകരം പൗലോസ് ചോദിക്കുന്നത് ശുശ്രൂഷയ്ക്ക് വേണ്ടി പറയുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ പാസ്റ്റേഴ്സിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. സ്തോത്രം. ഏതൊക്കെ ദൈവദാസന്മാരാണോ ഈ മണിക്കൂറിൽ നിങ്ങൾക്ക് അനുഗ്രഹം എന്ന് തോന്നുന്നത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ള സ്തോത്രം ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. യേശുവിൻ നാമത്തിൽ നിങ്ങൾ കുറച്ച് പൈസയല്ല കൊടുക്കേണ്ടത്, നിങ്ങളുടെ പാസ്റ്റേഴ്സിൻ്റെ ഇമോഷണൽ പ്രൊട്ടക്ഷന് വേണ്ടി, അവരുടെ ഫിസിക്കൽ പ്രൊട്ടക്ഷന് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം. വിശ്വസിക്കുന്ന ആമേൻ പറഞ്ഞാട്ടെ. ഈ പ്രിയപ്പെട്ടവർ എന്നെ ഭയങ്കരമായി സ്നേഹിക്കുന്നവരാണ്, എന്നെ ഭയങ്കരമായി സ്തോത്രം സ്തോത്രം കരുതുന്നവരാണ്. ഇന്നും സന്തോഷം പറഞ്ഞു, സ്തോത്രം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ലൈഫ് ലോങ് താമസിക്കണം. Am I right? Hallelujah. Thank you. സ്തോത്രം. ചെറിയ ശരീരമെങ്കിലും വലിയ ഹൃദയമുള്ളവർക്കായി സ്തോത്രം. അതെ, വലിയ വീടുകളൊന്നും നിങ്ങൾക്ക് കാണത്തില്ല, വലിയ സ്തോത്ര കാഴ്ചകളൊന്നും നിങ്ങൾക്ക് കാണത്തില്ല, വലിയ സൗകര്യങ്ങൾ നിങ്ങൾക്ക് കാണത്തില്ല. പക്ഷെ ഞാൻ നിങ്ങളുടെ സഹോദരനാണ്, നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാഗമാണ്, നിങ്ങളെൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. നിങ്ങൾ കരഞ്ഞാൽ ഞാനും കരയും, നിങ്ങൾ ചിരിച്ചാൽ ഞാനും ചിരിക്കും. നിങ്ങൾ സ്തോത്രം തോൽക്കാൻ നമ്മുടെ ദൈവം സമ്മതിക്കത്തില്ല. നമ്മൾ ഒരുമിച്ച് പൊരുതും, നമ്മൾ ഒരുമിച്ച് ജയിക്കും, നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കും. കമാൻ. കർത്താവ് നൽകിയിരിക്കുന്ന ദൈവസ്നേഹത്തിനായി സ്തോത്രം. രണ്ട് കരങ്ങൾ അടിച്ച് വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ച് ദൈവജനം പരസ്പരം സംരക്ഷണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അവസാനമായി 15:31 ഒരു കാര്യം ഒറ്റ സെന്റൻസ് കൊണ്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. റോമർ 15:31 പൗലോസ് അവസാനമായി പ്രാർത്ഥിക്കുന്നു, ദൈവഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥനയുടെയും സ്തോത്രം അന്തസത്താതായിരിക്കണം ദൈവഹിതം. എല്ലാ ജീവിതത്തിൻ്റെ അകക്കം എന്ന് പറയുന്നത് ദൈവഹിതം. എനിക്കിങ്ങനെ നിൽക്കാൻ കഴിയുന്നത് ഒരു നട്ടലുള്ളത് കൊണ്ടാണ്. എൻ്റെ നട്ടൽ ഊരിയെടുത്താൽ ഞാൻ കൊളാപ്സ് ആയി പോകും എന്നതുപോലെ സഹോദരങ്ങളെ, ദൈവഹിതത്തിൽ നിൽപ്പാൻ ദൈവമായ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. ദൈവഹിതമില്ലെങ്കിൽ നമ്മൾ തകർക്കപ്പെടുക. അതെ, റോമർ 15:31 സ്തോത്രം. ഇങ്ങനെ ഞാൻ ദൈവ ഇഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന്. എങ്ങനെയാണ് പൗലോസ് പ്രാർത്ഥനയ്ക്ക് കുറേ കാര്യങ്ങൾ അതിന് മുമ്പും പറയുന്നു, അതിന് ശേഷവും പറയുന്നു. പക്ഷേ ഇടയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി താൻ പറയുകയാണ്, ദൈവ ഇഷ്ടത്താൽ സന്തോഷത്തോടെ. ദൈവ ഇഷ്ടത്താൽ. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, എന്താണ് ദൈവ ഇഷ്ടത്താൽ? പൗലോസിൻ്റെ എല്ലാ പ്രാർത്ഥനകളിലും താൻ ടോട്ടലി കൊടുക്കുന്ന കാര്യമാണ് ദൈവ ഇഷ്ടത്താൽ. ദൈവ ഇഷ്ടം, ദൈവ ഇഷ്ടത്തിൽ അതായിരിക്കണം നിങ്ങളുടെ സെൻട്രൽ തീം. നിങ്ങളുടെ ശുശ്രൂഷ ദൈവ ഇഷ്ടമായിരിക്കണം. ഒരു പാട്ട് പോലും സെലക്ട് ചെയ്യുന്നത് സ്തോത്രം ദൈവ ഇഷ്ടമായിരിക്കണം. ഒരു സങ്കീർത്തനം എടുക്കുന്നു, 150 സങ്കീർത്തനമുണ്ട്. ഒരു സൈഡിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് വായിച്ചോ? നോ, ഇത് സ്തോത്രം മനുഷ്യ സഭയിലെ, ഇത് ദൈവസഭയാണ്. ഏത് സങ്കീർത്തനമെന്ന് ഡീക്കന്മാരല്ല തീരുമാനിക്കേണ്ടത്, ദൈവമാണ് തീരുമാനിക്കേണ്ടത്. ഏതോ ദൂത് പറയണം, പ്രസംഗിക്കുന്ന പ്രാസംഗനല്ല തീരുമാനിക്കേണ്ടത്, ദൈവമാണ് തീരുമാനിക്കേണ്ടത്. എൻ്റെ നോട്ടല്ല സംസാരിക്കേണ്ടത്. കാരണം അക്ഷരം കൊല്ലും, പകരം സംസാരിക്കുന്ന ദൈവം ആത്മാവാണ്. ആത്മാവ് ജീവിപ്പിക്കും. അതുകൊണ്ട് ദൈവഹിതമില്ലാത്ത എല്ലാം അടയട്ടെ, ദൈവഹിതമില്ലാത്ത എല്ലാം മാറട്ടെ, ദൈവഹിതമില്ലാത്ത റോങ് പീപ്പിൾ എല്ലാം മാറിപ്പോകട്ടെ. പകരം ദൈവം കണ്ട റൈറ്റ് പീപ്പിൾ കടന്നു വരട്ടെ. ദൈവഹിതമില്ലാത്ത റോങ് പീപ്പിൾ നമ്മളിൽ നിന്ന് അകന്നു നിൽക്കട്ടെ. ദൈവഹിതമില്ലാത്ത ജഡത്തിൽ ജീവിക്കുന്ന, ജഡത്തിൽ ചിന്തിക്കുന്ന സ്തോത്രം റോങ് പീപ്പിൾ അകന്നു നിൽക്കട്ടെ. പകരം സ്തോത്രം ദൈവഹിതത്തിലുള്ളതായ റൈറ്റ് പീപ്പിൾ മാത്രം ദൈവകൃപയാൽ സ്തോത്രം അടുത്ത് നിൽക്കട്ടെ. കർത്താവിൻ്റെ പ്രാർത്ഥന അതായിരുന്നല്ലോ. ലൂക്കോസ് 22:44
മത്തായി 26:39. സ്തോത്രം. എങ്കിലും പിതാവ് എൻ്റെ ഇഷ്ടമല്ല, ബാക്കി എന്തുവാ? നിന്റെ ഇഷ്ടം. എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം. സ്തോത്രം. വിയർപ്പിൻ്റെ സ്ഥാനത്തെ രക്തം പുറത്തേക്ക് വരത്തക്ക വിധത്തിൽ പിടയ്ക്കുമ്പോഴും, വിയർപ്പിൻ്റെ സ്ഥാനത്തെ രക്തം പുറത്തു വന്ന് ഗതശമന തോട്ടത്തിൽ കിടന്ന് കരയിൽ കിടന്ന് ഒരു മത്സ്യം പിടയ്ക്കുന്നത് പോലെ യേശു പിടയ്ക്കുമ്പോഴും വേദനകൾ പിടയ്ക്കുമ്പോഴും അവൻ പറഞ്ഞത്, നോട്ട് മൈ വിൽ ബട്ട് ദൈ വിൽ. എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം. അതാണ് ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചത്. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. എഴുന്നേറ്റുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ പറഞ്ഞാട്ടെ, കർത്താവേ സ്തോത്രം, അവണ്ണം ഞങ്ങളുമായിരിക്കട്ടെ. ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന ഓരോ വിവാഹവും ദൈവ ഇഷ്ടപ്രകാരമാകട്ടെ. ഞങ്ങളുടെ ബിസിനസ് ദൈവ ഇഷ്ടപ്രകാരമാകട്ടെ. ഞങ്ങളുടെ ഭൗതിക ആത്മീയമായ സകല കാര്യാദികളും ദൈവ ഇഷ്ടപ്രകാരമാകട്ടെ. ദൈവ ഇഷ്ടമില്ലാത്തത് സകലതും മാറി ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ സെൻറ്ററിൽ നിൽപ്പാൻ എൻ്റെ ജീവിതത്തെ അവിടുന്ന് സഹായിച്ചാട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു Jesus. D minor. Thank you Jesus. In Jesus name. Thank you Jesus. Hallelujah. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. എല്ലാവരും ചേർന്ന് പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെൻ നരുളിയോനേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെൻ നരുളിയോനേ. നീക്കം വരാത്ത നീ വാഗ്ദത്തമെൻ നീ തന്നുവല്ലോ. നീക്കം വരാത്ത നീ വാഗ്ദത്തമെൻ രണ്ട് കരങ്ങളെ ഉയർത്തി. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോരേ. പറഞ്ഞേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോരേ. നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. ഭണ്ഡാരത്തി വാതി തുറക്കണമേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതി തുറക്കണമേ. ഇരുകരങ്ങൾ ഉയർത്തി ദൈവത്തിന്റെ സന്നിധിയിൽ എല്ലാവരും പറഞ്ഞാട്ടെ, പ്രാർത്ഥനയുടെ ആത്മാവിനാൽ എന്നെ നിറച്ചാട്ടെ. പ്രാർത്ഥനയുടെ ആത്മാവിനാൽ എന്നെ നിറച്ചാട്ടെ. പ്രാർത്ഥനയുടെ ആത്മാവിനാൽ എന്നെ നിറച്ചാട്ടെ. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. Sweet hour of prayer. Sweet hour of prayer. Yes, പ്രാർത്ഥനയുടെ നിമിഷങ്ങളാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രാർത്ഥനയാൽ കർത്താവ് നിറച്ചാട്ടെ. പൗലോസ് പറയുന്നു, എങ്ങനെയെങ്കിലും ജീവിക്കുന്നതല്ല, എങ്ങനെയെങ്കിലും ശബ്ദമിടുന്നതല്ല, എന്തെങ്കിലും വിളിച്ചു പറയുന്നതല്ല, എന്തെങ്കിലും കുറച്ച് സംസാരിച്ചു വിടുന്നതല്ല. പകരം സംസാരിക്കേണ്ട വെണ്ണം സംസാരിപ്പാൻ, ധൈര്യത്തോടെ സംസാരിപ്പാൻ, അർത്ഥം പ്രാഗൽഭ്യത്തോടെ സംസാരിപ്പാൻ, സുവിശേഷം മർമ്മങ്ങളെ സംസാരിപ്പാൻ, എഫക്റ്റീവായി സംസാരിപ്പാൻ, ഹൃദയങ്ങൾ തുറക്കപ്പെടുന്ന ക്രമത്തിൽ സംസാരിപ്പാൻ.
സഹായിച്ചാട്ടെ. വിശ്വസിക്കർത്താവേ, ഈ നല്ല രാത്രിക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. വ്യത്യസ്ത ശബ്ദമാക്കി ഞങ്ങളുടെ എല്ലാവരുടെ ശബ്ദങ്ങളെ അവിടെ നിന്ന് തീർത്താട്ടെ. ഒത്തിരി ശബ്ദങ്ങൾ സമൂഹത്തിൽ പോകുന്നപ്പാ, എന്നാൽ ഞങ്ങളുടെ ശബ്ദം വ്യത്യസ്തമാകട്ടെ. ഞങ്ങളുടെ ശബ്ദം വ്യത്യസ്തമാകണമെങ്കിൽ ഞങ്ങളുടെ ജീവിതം വ്യത്യസ്തമാകണം. ഞങ്ങളുടെ ജീവിതം വ്യത്യസ്തമായാലേ ഞങ്ങളുടെ ശബ്ദം വ്യത്യസ്തമാകത്തുള്ളൂ. ശാഠ്യത്തിൻ്റെ ശബ്ദമല്ല, നാട്യത്തിൻ്റെ ശബ്ദമല്ല. മതത്തിൻ്റെ ശബ്ദം ശാഠ്യത്തിൻ്റെ ശബ്ദമാകുമ്പോൾ മറ്റുള്ളവരെല്ലാവരും തെറ്റ്, ഞങ്ങൾ മാത്രം ശരിയെന്ന് പറഞ്ഞ് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ശാഠ്യത്തിൻ്റെ ശബ്ദമല്ല, പകരം ക്രൂശിൽ വെളിപ്പെട്ട സ്നേഹ ശബ്ദം. മതം പരാജയപ്പെടട്ടെ, ആത്മാവ് എഴുന്നേൽക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ശബ്ദം ശാഠ്യത്തിൻ്റെയും മതത്തിൻ്റെയും ശബ്ദമല്ല, പകരം ദൈവസ്നേഹത്തിൻ്റെ ശബ്ദമായി, നാട്യ ശബ്ദമല്ല, സുവിശേഷത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സ്തോത്രം അനേകരെ നാശത്തിൽ നിന്ന് ജീവന്റെ പാതയിലേക്ക് നയിക്കുന്ന ശബ്ദങ്ങളാക്കി അവിടുന്ന് തീർത്ത് വഴി നടത്തും. ഈ ജനത്തെ ദൈവനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആദരിക്കും, സഹായിക്കും. ദൈവകൃപയിൽ കർത്താവ് പൊതിയും. എല്ലാ മഹത്വമായി മാത്രമായിക്കട്ടെ, യേശുവിൻ്റെ വലിയൊരു നാമത്തിൽ തന്നെ. ആമേൻ. സ്ഥാനാധിപതിയായ പൗലോസിൻ്റെ ശബ്ദം, ദാറ്റ് വാസ് ആൻ എഫക്റ്റീവ് വോയിസ്. ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ ശബ്ദവും എഫക്റ്റീവ് വോയിസായി ദൈവനാമ മഹത്വത്തിനായി മുഴങ്ങുമാറാകട്ടെ. വീണ്ടും വരുന്ന ഞായറാഴ്ച ഇതേ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇന്ത്യൻ ടൈം രാവിലെ 9:30 മണിക്ക് മറ്റൊരു ദൂതുമായി, മറ്റൊരു ആത്മീയ അനുഭവമായി വീണ്ടും കാണുവരെ, here we are signing off from the city of transformation. Bye bye. God be with you. Amen. Amen.